ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബുഡ് സ്റ്റോറീസ്. അപ്പോൾ ഇത് 8ാം ക്ലാസ്സിലെ 8ാമത്തെ യൂണിറ്റ് ആണ്. പാർട്ട് 2 ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. പാർട്ട് 1ൽ ഇനിയൊരു നമ്മുടെ മീഡിയ ബേസ്ഡ്, അതായത് പത്രം, നവമാധ്യമങ്ങൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ചാപ്റ്റർ എടുക്കാതിരുന്നത്. ഈ ചാപ്റ്റർ ദേശീയ പ്രസ്ഥാനവും കേരളവും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ 10ാം ക്ലാസ്സിലായിരുന്നു ഈ പറയുന്ന കേരളത്തിൻ്റെ ഈ ഒരു ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ, ഞാൻ ആ ചാപ്റ്റർ മാത്രമായിട്ട് നമ്മൾ ഓൾറെഡി SCERT നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു അത്. അപ്പം അതേ മോഡലിൽ, അതായത് ഇത്തിരി ബാക്കിലോട്ട് ആക്കിയവർ എന്ത് ചെയ്തു, 8ാം ക്ലാസ്സിലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു കേരള ഹിസ്റ്ററി എന്ന് പറയുന്നതിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 90% ഫാക്റ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. സോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. PSCയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയയാണ്. സോ നന്നായിട്ട് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക. ഓക്കെ, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ എഴുതിയെടുക്കണം. ഞാൻ ഇതിൻ്റെ മാർക്കഡ് PDF എന്തായാലും ഗ്രൂപ്പിൽ ഇട്ടിരിക്കാം കേട്ടോ. കാര്യം കുറച്ച് അധികം ഉണ്ട് ഇതിൽ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ദേശീയ പ്രസ്ഥാനവും കേരളവും എന്നുള്ളതാണ്. നോക്കിക്കേ, ഇവിടെ കുറേ പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. ഗാന്ധിജിയും ഒക്കെയുള്ള ആൾക്കാരെ കേട്ട് വരുന്ന പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പാങ്ങോടുള്ള സൈനിക ക്യാമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ധീരയോദ്ധാവിൻ്റെ പ്രതിമയാണ് ഈ ചിത്രം നൽകിയിരിക്കുന്നത്. ചിത്രം ഇത് 8.1 ഇത് 1741 കുളച്ചലിൽ. അപ്പം നമുക്ക് പഠിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് ആണ് 1741 കുളച്ചൽ യുദ്ധം. തിരുവിതാംകൂർ സേന ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ പഠിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്താണ്, 1741 എന്ത്, കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഓക്കെ, 1741 എന്താണ് സംഭവിച്ചത്? തിരുവിതാംകൂർ സേന എന്ത് ചെയ്യുന്നുണ്ട്, ഡച്ചുകാരെ പരാജയപ്പെടുത്തി. മാർത്താണ്ഡവർമ്മ, നമുക്കത് പഠിക്കാനുണ്ട്, കഥയായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. തിരുവിതാംകൂറിന്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കേണ്ടത് വർഷമാണ് 1741 നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഏതാണ്? കുളച്ചൽ യുദ്ധമാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ നെക്സ്റ്റ് നമുക്ക് വായിക്കാം. യൂറോപ്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനവും തദ്ദേശീയരുമായുള്ള ആദ്യകാല സംഘർഷങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പത്തെ ചാപ്റ്റേഴ്സിൽ നമ്മൾ പറയുന്നുണ്ട്. വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കച്ചവടത്തിനായി കേരളത്തിൽ എത്തിയവർ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്ത് രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. ഓക്കെ, കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ യൂറോപ്യന്മാർക്കിടയിൽ നടന്ന മത്സരത്തിൽ കൈ ലഭിച്ചത് ആർക്കായിരുന്നു? ബ്രിട്ടീഷുകാർക്കായിരുന്നു അല്ലേ? നമുക്കറിയാം, ബ്രിട്ടീഷുകാരാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഭരിച്ചതും അല്ലെ ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയതും ഒക്കെ ആരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. നമുക്ക് ആരൊക്കെയായിരുന്നു? ആദ്യമായിട്ട് വന്നത് പോർച്ചുഗീസുകാരാണ്, അതിനുശേഷം ഡച്ചുകാർ വരുന്നു. നമ്മൾ എങ്ങനെയാണ് അത് പഠിക്കുന്നത്? പോഡാ ബീഫെ എന്നുള്ള കോഡ് വെച്ച് പഠിക്കും അല്ലേ? പോർച്ചുഗീസുകാർ വരും, അതിനുശേഷം ഡച്ചുകാർ വരുന്നു, പിന്നീട് ബ്രിട്ടീഷുകാർ വരുന്നു, പിന്നെ ഫ്രഞ്ച്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആധിപത്യം ഉണ്ടായിരുന്ന ആർക്കായിരുന്നു? ബ്രിട്ടീഷുകാർക്കായിരുന്നു. ഇവരെല്ലാവരും നമ്മുടെ നാട്ടിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? കച്ചവടമായിരുന്നു അല്ലെ? കച്ചവടം എന്ന് പറഞ്ഞ് ഇവർ വന്നിട്ട് പതിയെ പതിയെ നമ്മുടെ രാഷ്ട്രീയ അധികാരമാണ് അവർ പിടിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. യൂറോപ്യന്മാരുടെ ആഗമന കാലത്ത് കേരളത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ വിവിധ നാട്ടുരാജ്യങ്ങളിലായിട്ടായിരുന്നു നമ്മുടെ, അതിൽ മെയിനായിട്ട് നമ്മൾ പറയുന്ന ഏതൊക്കെയാണ്? മലബാർ, കൊച്ചി, തിരുവിതാംകൂർ അല്ലെ? മലബാർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിട്ട് മാറി. അപ്പോൾ ചോദിക്കാറുണ്ട്, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ട് ഭരിച്ചിരുന്ന എവിടെയാണ്? മലബാറിലാണ്. കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചിട്ടുള്ള രാജഭരണത്തിന് കീഴിലുമാണ് നിലനിന്നിരുന്നത്. അപ്പൊ അവരെന്താണ്? അവരവിടെ ബ്രിട്ടീഷ് മേൽക്കോയ്മ അവർ അംഗീകരിച്ചിട്ട് അവിടുത്തെ രാജാക്കന്മാർ തന്നെയാണ് ഭരിച്ചിരുന്നത്. പക്ഷെ മലബാറിൽ എന്തായിരുന്നു? ഡയറക്റ്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ കേരളത്തിൽ ആരൊക്കെയാണ് ഇതിനെതിരെ പോരാടിയത്? അതിനുള്ള കുറേ റീസൺസ് ഉണ്ടായിരുന്നു അല്ലെ? നമുക്കറിയാം, പഴശ്ശിരാജാവ് ഉണ്ടായിരുന്നു, അതേപോലെ പാലിയത്തച്ഛൻ ഉണ്ടായിരുന്നു കൊച്ചിയിൽ, പിന്നെ വെളുത്തം വിതളവ്, അങ്ങനെ കുറേ ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ തന്നെ പറയുകയാണ്, പടയൊരുക്കത്തിന്റെ കാഹളം മുഴങ്ങുന്നു. ഒട്ടും മറന്നില്ല ഞങ്ങൾ ഇന്നും നെടും കോട്ടയം നാട്ടിലെ കേസരി വീരനെ, ഹൃത്തിലെ ചെഞ്ചോര നീരിൽ സ്വാതന്ത്ര്യ വിത്ത് മുളപ്പിച്ച കർഷക വീരനെ, സ്വാതന്ത്ര്യലബ്ധിതൻ ലഹരിയിൽ പാടേ മറന്നു മലയാളിയെങ്കിലും. ഈ വരികൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം.
പി കുഞ്ഞിരാമൻ നായരുടേതാണ് ഈ വരികൾ. ഏതാണ്? പുരളിമലയിലെ പൂമരങ്ങൾ എന്ന കൃതിയിൽ നിന്നാണ്. നമുക്ക് ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അതിൽ ചോദിക്കുന്നതാണ് വരികൾ തന്നിട്ട് അത് ആരെന്നുള്ളത്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമാണ് ചോദിക്കാറുള്ളത്. നിങ്ങൾ മലയാളം ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ മലയാളം വായിച്ച് വരുമ്പോഴേക്കും അതിൻ്റെ വിലയിരുത്തൽ സെക്ഷനിലേക്ക് ഇങ്ങനെ കുറേ വരികൾ തന്നിട്ടുണ്ടാകും. അതിൽ നിന്നൊക്കെയാണ് ഈ ആർട്സ് ആൻഡ് കൾച്ചറിൽ കയറി ചോദിക്കുന്നത്. അപ്പം ഈ തന്നിരിക്കുന്ന എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. എന്താണ്? ഒട്ടും മറന്നില്ല ഞങ്ങൾ ഇന്നും നെടും കോട്ടയം നാട്ടിലെ കേസരി വീരനെ. അപ്പൊ ആരുടേതാണ്? പി കുഞ്ഞിരാമൻ നായർ. ഏതാണ്? പുരളിമലയിലെ പൂമരങ്ങൾ. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. ഈ ഒരു കവിത എഴുതിയത് ആരെന്ന് ചോദിക്കാം. ആരാണ്? പി കുഞ്ഞിരാമൻ നായരാണ്. കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കേരളവർമ്മ പഴശ്ശിരാജയെ കുറിച്ചാണ്. നമുക്കറിയാം അല്ലെ, കേരളവർമ്മ പഴശ്ശിരാജയെ കുറിച്ചാണ് ഈ മുകളിൽ തന്നിരിക്കുന്ന ആ ഒരു ലൈൻസ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇനി എന്താണ്? വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെയായിരുന്നു ആര്? കേരളവർമ്മ പഴശ്ശിരാജ. അപ്പൊ നമുക്കറിയാം പഴശ്ശിരാജ എന്ന് പറയുന്നതിന്റെ കോട്ടയം രാജകുടുംബം നമ്മുടെ ഈ പറയുന്ന നമ്മുടെ എറണാകുളത്തിന്റെ അടുത്ത് കിടക്കുന്ന കോട്ടയം, അതല്ല കോട്ടയം പറയുന്നത്. നമ്മുടെ പഴയ കണ്ണൂർ, അതായത് മലബാർ ഏരിയയിലെ കണ്ണൂരിന്റെ അടുത്ത് കണ്ട ചിറക്കൽ, വയനാട്, അവിടെ ഉണ്ടായിരുന്ന ഒരു കോട്ടയം. ആ കോട്ടയത്തായിരുന്നു, ആ കോട്ടയം രാജകുടുംബത്തിലായിരുന്നു ആരുണ്ടായിരുന്നത്? നമ്മുടെ പഴശ്ശിരാജ ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. അതായത് പണ്ട് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. കാര്യം ആ സമയത്തൊക്കെ മൈസൂർ ഇവർ അടുത്തടുത്തായിരുന്നു. അപ്പൊ മൈസൂർ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സഹായം ചെയ്തു കൊടുക്കുമ്പോൾ പറയും എന്താണ്, അവിടുത്തെ ആ ഒരു ഏരിയയിൽ ഫുൾ എന്ത് ചെയ്യുന്നുണ്ട്? നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിരാജാവിന് കൊടുക്കാമെന്നുള്ള ഒരു വാക്കിലും പുറത്താണ് പഴശ്ശിരാജാവ് സഹായിക്കുന്നത്. പക്ഷെ അത് കഴിയുമ്പോഴേക്കും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കൂറുമാറി. അത് കഥ വരുന്നുണ്ടെന്ന് തോന്നുന്നു എൻ്റെ താഴത്തേക്ക്. കൂറുമാറി അവരുടെ അമ്മാവനായ കുറുമ്പനാട്ട് രാജാവിന് അത് കൊടുക്കുന്നൊക്കെ ഒരു കഥയുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യകാലത്ത് നോക്കിക്കേ, മൈസൂർ ഭരണാധികാരികൾക്കെതിരെയായിട്ട് ആര് സഹായിച്ചിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരെ? ഈ പഴശ്ശിരാജാവ് സഹായിച്ചിരുന്നു. ഇതിന് പകരമായി എന്തായിരുന്നു അവര് വാഗ്ദാനം ചെയ്തിരുന്നത്? കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിരാജാവിന് നൽകാമെന്ന വ്യവസ്ഥയുണ്ടായി. അപ്പൊ പറയുന്ന ഇത്രയേ ഉള്ളൂ, മൈസൂർ കീഴടക്കാൻ ഞങ്ങളെ സഹായിച്ച ആ ഒരു പ്രദേശത്തെ ഫുള്ള് നികുതി പിരിക്കാൻ ഞങ്ങൾ പഴശ്ശിരാജാവിന് അനുവാദം നൽകാമെന്ന് പറയും. എന്നാൽ അതിനുശേഷം ഉണ്ടായതാണ് എന്ത്? ശ്രീരംഗപട്ടണം ഉടമ്പടി. ഓക്കെ, പ്രകാരം മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായി മാറി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മലബാർ ആരായിരുന്നു? ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന സ്ഥലമാണ് അല്ലെ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ടാണ് മലബാറിൽ ഭരിച്ചിരുന്നത്. ആ സമയം വന്നപ്പോഴേക്കും അവിടെ അതിനുള്ള റീസൺ എന്താണ്? ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടി. ഓക്കെ, അപ്പൊ അങ്ങനെ ചോദിക്കാം, മലബാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായി മാറാനുള്ള ഉടമ്പടി ഏതാണ്? ശ്രീരംഗപട്ടണമാണ്. കോട്ടയം നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ അവരോട് വിധേയത്വം പുലർത്തിയിരുന്ന പഴശ്ശിയുടെ അമ്മാവനായിരുന്ന, ഞാൻ പറഞ്ഞു കുറുമ്പനാട് രാജാവ് വീരവർമ്മയെയാണ് ഏൽപ്പിക്കുന്നത്. അതുകൊണ്ടാ കോട്ടയവും കുറുമ്പനാടും അടുത്തടുത്തായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? പഴശ്ശിരാജാവിന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവർ നേരെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കുറുമ്പനാട്, ഈ വീരവർമ്മ എന്ന് പറയുന്ന രാജാവ് നമ്മുടെ ബ്രിട്ടീഷുകാരോട് ഭയങ്കര വിധേയത്വമുള്ള ഒരാളായിരുന്നു. സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്തു? അവർക്ക് ഏറ്റവും എളുപ്പം അദ്ദേഹത്തിനെ ഏൽപ്പിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? കുറുമ്പനാട്ട് രാജാവിനെ അത് ഏൽപ്പിക്കുകയാണ്. ഈ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ച പഴശ്ശിരാജ പുതിയ ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കേണ്ടതില്ലെന്നും പിന്നെന്താണ് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇതോടെ പഴശ്ശിക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ സംഘർഷം ഉടലെടുക്കുകയാണ്. അപ്പൊ എന്താണ് ഈ റീസൺ? അതായത് ഈ പറയുന്ന പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നതാണ് മൈസൂർ കീഴടക്കാനായിട്ട്. പക്ഷെ പിന്നീട് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവർ തമ്മിൽ ഒരു ചേരിതിരിവ് വരുന്നുണ്ട്. അതിനുള്ള റീസൺ ആണ് പറയുന്നത്. നികുതി പിരിക്കാനുള്ള അവകാശം കൊടുക്കാതെ വരുമ്പോഴേക്കും പഴശ്ശിരാജാവിന് എന്താ? സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം വരും അല്ലെ. ഇപ്പൊ ഞാനൊരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തരാം, എനിക്ക് ഇന്നത് ചെയ്തു തന്നാൽ ഞാനത് ചെയ്തു തരാം എന്ന് പറഞ്ഞൊരു വാക്കാൽ കരാർ ഉറപ്പിച്ചിട്ട് അത് മാറ്റി ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നൊരു ദേഷ്യം. അത് തന്നെയായിരുന്നു നമ്മുടെ പഴശ്ശിരാജാവിന് ബ്രിട്ടീഷുകാരോട് തോന്നിയത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ നാട്ടുരാജാക്കന്മാരോട് പറയും, ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ട? നികുതി കൊടുക്കേണ്ടതില്ല എന്ന് പറയും. സ്വാഭാവികമായിട്ടും നികുതി കൊടുക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരും ഈ പറയുന്ന പഴശ്ശിരാജാവും തമ്മിൽ അവിടെ എന്താണ്? സംഘർഷം ഉടലെടുക്കുകയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങളാണ് നമുക്കിനി നോക്കാനുള്ളത്.
അതിൻ്റെ ഫസ്റ്റ് വണ്ണാണ് അവരെന്ത് ചെയ്തു, താവളം വയനാട്ടിലേക്ക് മാറ്റിയിരിക്കണ്ടോ. കാര്യം ഇവർക്ക് നമുക്കറിയാം പഴശ്ശിരാജാവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒളിപ്പോര് അല്ലേ, ഒളിപ്പോര് ഗൊറില്ല മുറ എന്നൊക്കെ നമ്മൾ പറയും, ഒളിപ്പോര്. അതിന് ഏറ്റവും അദ്ദേഹത്തിന് ആപ്റ്റായ സ്ഥലം വയനാടായിരുന്നു. കണ്ടോ, കോട്ടയം, ഈ കുറുമ്പനാട്, വയനാട് എല്ലാം അടുത്തടുത്തായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, താവളം ആദ്യം വയനാട്ടിലോട്ട് മാറ്റും. പിന്നെ എന്താണ് ചെയ്യുന്നത്, തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂട്ടിച്ചേർത്തു. ഓക്കെ, അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരെയും അദ്ദേഹം, അങ്ങനെയാണ് നമ്മൾ കുറേ എടച്ചേന, കുങ്കൻ, കൈതേരി, അമ്പു, കണ്ണവത്ത്, ശങ്കരൻ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. നമ്മൾ പഴശ്ശിരാജ സിനിമ കണ്ട ഈ ക്യാരക്ടേഴ്സിന് നമുക്ക് കുറേ മനസ്സിലാകും. പിന്നെ എന്താണ്, ഗൊറില്ല വാർഫെയർ, ഒളിപ്പോര്. അദ്ദേഹം ഗൊറില്ല യുദ്ധം ആരുടെ യുദ്ധമുറയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ആരുടേതാണ്, പഴശ്ശിരാജാവിൻ്റെതാണ്. കുറിച്ച് നായകൻ തലക്കൽ ചന്തു, നായർ പടയെ നയിച്ച എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ എമ്മൻ. ഓക്കെ, ആരൊക്കെയാണ് പറയുന്നത്, തലക്കൽ ചന്തു, അദ്ദേഹം ആരാണ്, കുറിച്യരുടെ നായകനായിരുന്നു തലക്കൽ ചന്തു. പിന്നെ എടച്ചേന കുങ്കൻ, ചന്തു ഉണ്ട്, കുങ്കനുണ്ട്, എമ്മനുണ്ട്, അമ്പു ഉണ്ട്, കണ്ണവത്ത് ശങ്കരനുണ്ട്. ഓക്കെ, ഇത്രയും പേരായിരുന്നു അവിടെ എന്തുണ്ടായിരുന്നത്, ഇവരെ സഹായിക്കാനായിട്ട്, നമ്മുടെ പഴശ്ശിരാജാവിനെ സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്ന കണ്ണവത്ത് ശങ്കരൻ. അപ്പൊ ആരൊക്കെയാണ്, ചന്തു, അമ്പു, കുങ്കൻ, എമ്മൻ, ശങ്കരൻ. അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ചിലപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ പഴശ്ശിരാജാവിന്റെ സൈനികമായ പിൻബലം നൽകിയവരിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്, പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ആരൊക്കെയാണ്, ചന്തു, അമ്പു, കുങ്കൻ, എമ്മൻ, ശങ്കരൻ. 5 പേരാണ് കേട്ടോ നമ്മൾ പഠിക്കാനുള്ളത്. അത് വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. വനങ്ങളും മലയിടുക്കുകളും നിറഞ്ഞ വയനാട്ടിൽ ജനങ്ങളുടെ പിന്തുണയോടെ പ്രതിരോധം തീർത്ത പഴശ്ശിയെ കീഴടക്കുക എളുപ്പമല്ലെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. അദ്ദേഹത്തിനെതിരെ ബഹുവിധ നടപടികളാണ് അവർ കൈക്കൊണ്ടത്. അതായത് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, അപ്പൊ ഈ വയനാട്ടിൽ പോയിട്ട് ഇങ്ങനെ അതായത് അവിടുത്തെ തദ്ദേശീയരെന്ന് പറയുമ്പോൾ അവർ കാടും മലയും ഒക്കെ അവർക്ക് എന്താണ്, ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരെയാണ്. അപ്പൊ ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്ക് അങ്ങോട്ടേക്ക് എത്തി അവരെ ആക്രമിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക് ആയിട്ട് മാറുകയാണ്. സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, ഇവരെ പുറത്തിറക്കണ്ടേ, പറയുന്ന ഒളിത്താളത്തിൽ നിന്ന് ഇവരെ അടിച്ച് പുറത്തിറക്കണം, എന്നാലല്ലേ നമുക്ക് ഇവരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതിനവർ ആദ്യമായിട്ട് ചെയ്തത് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലൊക്കെ സൈനിക താവളങ്ങൾ ഒരുക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താ, ഇവർ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പുതിയ റോഡുകൾ നിർമ്മിച്ചു. അങ്ങോട്ടേക്ക് റോഡും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പുതിയ റോഡുകൾ വന്നു. വയനാട്ടിലേക്ക് അരി എത്തിക്കുന്നത് തടഞ്ഞു. അതായത് വയനാടെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മലമ്പ്രദേശം ഏരിയയാണ്. അവിടെയൊക്കെ കോഴിക്കോടാണ് നമുക്ക് എന്തുള്ള തുറമുഖമുള്ളത്. അപ്പൊ അവിടെയൊക്കെ വന്നുള്ള സാധനങ്ങളായിരിക്കും നമുക്ക് ഈ പറയുന്ന വയനാട്ടിലോട്ട് ലഭിക്കുന്നത്. അതങ്ങ് നേരെ അവർ ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യനോടെ പെട്ടുപോകില്ലേ ഫുഡ് കിട്ടാണ്ട്. കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. ഓക്കെ, വലിയ വലിയ എമൗണ്ടുകളാണ് അന്ന് പ്രഖ്യാപിച്ചിരുന്നത്. നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇവിടെ ഒരു ചെറിയൊരു പോയിന്റ് കൂടി പറയാനുണ്ട്, ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മലബാർ എന്ന് പറയുന്ന പ്രദേശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാവാനുള്ള റീസൺ എന്തായിരുന്നു, ഈ പറയുന്ന ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. അത് ഏത് വർഷമാണെന്നാണ് നമ്മൾ നോക്കുന്നത്. 1792 മാർച്ച് 18 കണ്ടാ. 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ പരാജയപ്പെടുകയാണ്. അപ്പോഴാണ് എന്ത് ചെയ്യുന്ന, മൈസൂർ ഭരണാധികാരിയായ ആരായിരുന്നു ആ സമയത്തെ മൈസൂർ ഭരണാധികാരി, ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. അപ്പൊ ശ്രീരംഗപട്ടണം ഉടമ്പടി ആരൊക്കെ തമ്മിലായിരുന്നു, ഈ പറയുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ടിപ്പു സുൽത്താനും, മൈസൂർ ഭരണാധികാരി ടിപ്പു സുൽത്താനും. അതിൽ പ്രകാരം ടിപ്പുവിന്റെ അധീനതയിലായിരുന്നു ഈ പറയുന്ന മലബാറും കൂർഗും. അതൊക്കെ ആർക്ക് ലഭിക്കുകയാണ്, ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയാണ്. അപ്പൊ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ മാത്രമല്ല കൂർഗും കൂടി ആർക്ക് ലഭിക്കുകയാണ്, ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയാണ്. ഏതാണ് വർഷം, 1792 മാർച്ച് 18. 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലാണ് മൈസൂർ പരാജയപ്പെടുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പാരിതോഷികമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതേ പാരിതോഷികം വലിയ വലിയ എമൗണ്ടുകളൊക്കെയാണ്. കേരളവർമ്മ പഴശ്ശിരാജയെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും, 3000 രൂപ അന്ന് ലഭിക്കുമായിരുന്നു. കാര്യം അന്നത്തെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് നമുക്കറിയാം. വിവരം നൽകിയാൽ പകുതി ലഭിക്കും. ഇപ്പൊ ഇന്ന സ്ഥലത്തുണ്ട്, ഇന്ന സ്ഥലത്ത് ഒളിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ പകുതി കാശ് ലഭിക്കും. അതേപോലെ എന്താണ്, വീരവർമ്മ രാജാവിന് 1000 രൂപ, രവിവർമ്മ രാജാവിന് 1000, പള്ളൂർ എമ്മന് 1000, പള്ളൂർ രയരപ്പൻ 300, ഇടച്ചേന കുങ്കൻ 1000. അപ്പം നമ്മൾ ആരൊക്കെയാണ് ഇവിടെ പറഞ്ഞത്, കുങ്കൻ. നമ്മൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, കുങ്കൻ,
ആരൊക്കെയാണ്? ചന്തു അമ്പു, അതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ചന്തുവും അമ്പു, തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ എം എൻ ശങ്കരൻ, ഈ 5 പേരെയാണ് നമ്മൾ പഠിച്ചതെന്ന് ഓർത്തിരിക്കണേ. അപ്പൊ ഇവരെയൊക്കെ പിടിച്ചു കൊടുത്താൽ കാശ് കിട്ടുമെന്ന് വരെ പറഞ്ഞു. ഓക്കെ, നോക്കിക്കേ, കണ്ട പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം ആരുടേതാണെന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്. ആരുടേതാണ്? KKN കുറുപ്പ്. ഇത് പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു PYQ ആണ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം ആരുടേതാണ്? KKN കുറുപ്പാണ്. കമ്പനി ഭരണത്തിന്റെ പ്രതിസന്ധി ഉണ്ടാക്കിയ പഴശ്ശിയെ നേരിടാൻ പ്രഗത്ഭരായ സൈന്യാധിപരെ നിയോഗിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. തലശ്ശേരിയിലേക്ക് സബ് കളക്ടറായി വന്ന തോമസ് ഹാർവേ ബാബർ, നമ്മൾ എന്താണ് അദ്ദേഹത്തെ പഠിക്കുന്നത്? TH ബാബർ എന്ന് പഠിക്കും അല്ലെ. TH ബാബർ എന്ത് ചെയ്യുന്നുണ്ട്? പഴശ്ശിയുടെ ശക്തിയായിരുന്ന സേനാ നായകരെ വധിച്ചും താവളങ്ങൾ കണ്ടെത്തിയും പഴശ്ശിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. അങ്ങനെ 1805 നവംബർ 30 വയനാട്ടിലെ മാവിലാന്തോട് എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തിനുള്ള ഏറ്റുമുട്ടൽ അദ്ദേഹം വീരമൃത്യു വരിച്ചു. നമ്മളിത് പറയുന്നുണ്ട്, കഥകളിൽ പറയുന്നുണ്ട്, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? മോതിരം വിഴുങ്ങി സ്വയം ആത്മഹത്യ ചെയ്യുകയാണ്. നമ്മുടെ ഇതിലുമൊക്കെ കാണിക്കുന്ന അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല ശരിക്കും. അദ്ദേഹത്തിന് ഈ പഴശ്ശിയായിട്ട്, അതായത് ഇവരായിട്ട് ഏറ്റുമുട്ടി തന്നെ മരിച്ചു എന്നുള്ളതാണ് ബാക്കി എല്ലാ കഥകളിലും നമ്മളിപ്പോൾ ചരിത്രം പരിശോധിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഏതാണ് വർഷം? അതാണ് ഇമ്പോർട്ടൻ്റ്. 1805 നവംബർ 30 എവിടെ വെച്ചിട്ട്? വയനാട്ടിലെ മാവിലാന്തോട്. ദേ പഴശ്ശിയുടെ മാവിലാന്തോടുള്ള പ്രതിമയാണ് ഈ കാണുന്നത്. ഓക്കെ, അയാൾ ഒരു കലാപകാരിയാണെങ്കിലും ഈ രാജ്യത്തെ പ്രകൃതിയാ നിലവിലുള്ള നാടുവാഴികൾ ഒരാളെന്ന നിലയിൽ നിലംപതിച്ച് ശത്രുവിനോട് കാണിക്കാറുള്ളതിൽ നിന്നും വ്യത്യസ്തമായി അയാളെ പരിഗണിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി. അതായത് ആ സമയത്ത് ഈ പറയുന്ന TH ബാബർ പറയുന്നതാണ് കേട്ടോ അത്. അദ്ദേഹം അത്രയ്ക്ക് ഫൈറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. സോ അദ്ദേഹത്തിന് അതിൻ്റെതായ, രാജാവല്ലേ, അപ്പൊ അതിൻ്റെതായ ആ ഒരു എന്താണ്, മരിച്ചിട്ടും ആ സാധാരണ നോർമലി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കെട്ടിത്തൂക്കും അല്ലെ, പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കെട്ടിത്തൂക്കും. പക്ഷെ അങ്ങനെയല്ല, ഫുൾ ഔദ്യോഗിക ബഹുമതിയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്? സംസ്കരിക്കുന്നത്. പഴശ്ശിയുടെ ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ മാനന്തവാടിയിൽ സംസ്കരിച്ചതിനെ കുറിച്ച് മലബാർ പ്രിൻസിപ്പൽ കളക്ടറായിരുന്ന തോമസ് വാർഡന് ബാബർ എഴുതിയ കത്തിന്റെ ഒരു ഭാഗമാണ് ഈ TH ബാബർ എന്ന് നമ്മൾ പറയല്ലേ, തോമസ് ബാബർ, അദ്ദേഹം എഴുതിയ ഒരു കത്തിന്റെ ഭാഗമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് അദ്ദേഹം എന്താണ്, നമ്മളെ സംബന്ധിച്ച്, അതായത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് അദ്ദേഹം എന്താണ്? ഒരു കലാപകാരിയാണ്. പക്ഷേ ഈ നാടിനെ സംബന്ധിച്ച് അദ്ദേഹം എന്താണ്? ഒരു നാടുവാഴിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശരീരം ഔദ്യോഗിക ബഹുമതികളോടെയൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സംസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ 1805 നവംബർ 30. ഇത്രയുമാണ് നമുക്ക് പഴശ്ശി രാജാവിനെ പറ്റി പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് PSC ബേസ്ഡ് ആയിട്ട് നമുക്ക് പഴശ്ശി സമരങ്ങൾ സർദാർ KM പണിക്കരെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ആ പുസ്തകം ആരുടേതാണെന്നുള്ളത്. അങ്ങനെ അവിടുത്തെ ആ ഒരു കാര്യം അങ്ങ് കഴിയുകയാണ്. ഇനി അടുത്ത് പറയുകയാണ് ദളവയെ പറ്റി പറയുകയാണ്. ഓക്കെ, തിരുവിതാംകൂറിലേക്ക് വരുവാണ്. ഇനി തിരുവിതാംകൂർ, അപ്പം നമുക്കറിയാം ഈ സമയത്ത് കേരളം എന്ന് പറയുന്നത് 3 നാട്ടുരാജ്യങ്ങളാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത് അല്ലെ. അതിലെന്തുണ്ട്? ഇവിടം വരെ എന്താണ്? മലബാറുണ്ട്, പിന്നെ കൊച്ചിയുണ്ട്, പിന്നെ ഉള്ള തിരുവിതാംകൂർ. അപ്പൊ അതില് മലബാർ നമ്മൾ പറഞ്ഞു. ഇനി എന്താണ്? തിരുവിതാംകൂറിലേക്ക് വരുവാണ്. 18-ാം നൂറ്റാണ്ടിൽ ആറ്റിങ്ങൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരവും കുളച്ചൽ തുറമുഖത്ത് ഡച്ചുകാർ പരാജയപ്പെട്ടതും നമ്മൾ പറഞ്ഞ കാര്യം. തിരുവിതാംകൂർ ചരിത്രത്തിലെ നിർണായകമായ ഈ 2 സംഭവങ്ങൾക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ മറ്റൊരു ചെറുത്തുനിൽപ്പ് നമുക്ക് നോക്കാം. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ മഹാരാജാവിന്റെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്ന ആരാണ്? വേലുത്തമ്പി. അപ്പൊ വേലുത്തമ്പി ആരുടെ ദളവയായിരുന്നു? ഈ ദളവ എന്ന് പറയുന്ന അന്നത്തെ ഒരു സ്ഥാനപ്പേരാണ്. ബാലരാമവർമ്മയുടെ ദളവയായിരുന്നു ആര്? നമ്മുടെ വേലുത്തമ്പി എന്ന് പറയുന്ന പ്രധാനമന്ത്രി. ഓക്കെ, 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാറിലൂടെ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ഭരണം ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. അപ്പം മെക്കാളയുടെ നിയന്ത്രണത്തിൽ എന്താണ് പറയുന്ന 1805 തിരുവിതാംകൂർ രാജാവായിട്ട് ഒപ്പുവെക്കുകയാണ്. അതിൽ പ്രകാരം എന്താണ്? എല്ലാം ഈ ബ്രിട്ടീഷ് റെസിഡന്റിന്റെ കീഴിലായിട്ട് മാറും. ഇതോടൊപ്പം ദളവയായിരുന്ന വേലുത്തമ്പിയുടെ ഉത്തരവുകൾ മെക്കാളെ റദ്ദാക്കിയതും കമ്പനിക്ക് നൽകാനുള്ള നികുതി കുടിശ്ശിക ഉടൻ അടച്ചു തീർക്കാൻ നിർബന്ധം പിടിപ്പിച്ചതും വേലുത്തമ്പിയും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ സംഘർഷത്തിനിടയായി. അപ്പം നമ്മൾ പഴശ്ശിയും ബ്രിട്ടീഷുകാരും നമ്മൾ സംഘർഷത്തിനിടയാക്കാനുള്ള റീസൺ നമ്മൾ പറഞ്ഞു. എന്താണ്? ഈ പറയുന്ന മൈസൂർ പിടിച്ച് സഹായിച്ചു കഴിഞ്ഞാൽ
എന്ത് ചെയ്യായിരുന്നു, നികുതി പിരിക്കാനുള്ള അവകാശം കൊടുക്കും. അത് പക്ഷെ കൊടുത്തില്ല. അതായിരുന്നു ഫസ്റ്റ് റീസൺ, അവർ തമ്മിലുള്ള റീസൺ. ഇവിടെ എന്താണ്, ബാലരാമവർമ്മയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഈ പറയുന്ന വേലുത്തമ്പി. ഈ 1805 ഉടമ്പടിക്ക് ശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ മെക്കാളെ വന്നിട്ട് ഈ വേലുത്തമ്പിയുടെ എല്ലാ ഉത്തരവുകളൊക്കെ അങ്ങ് റദ്ദാക്കും. സ്വാഭാവികമായിട്ടും നമുക്കൊരു ദേഷ്യം തോന്നില്ലേ? അതേ ദേഷ്യം തന്നെയായിരുന്നു എന്താ. പിന്നെ അതേപോലെ നികുതി കുടിശ്ശികയുള്ളത് മുഴുവൻ ഒറ്റയടിക്ക് അടച്ചു തീർക്കണമെന്ന് പറയും. അപ്പൊ അതായിരുന്നു എന്താ, വേലുത്തമ്പി ദളവയും ഈ പറയുന്ന ബ്രിട്ടീഷുകാരും തമ്മിൽ ഒരു കലാപം, അല്ലെങ്കിൽ എന്താണ്, അവർക്കൊരു ഒരു ദേഷ്യം, ഒരു സംഘർഷത്തിനിടയാക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായ പാലിയത്തച്ഛനും, ഇപ്പൊ അടുത്ത ആള് വരുവാണ്, പാലിയത്തച്ഛൻ കൊച്ചിയിലേക്ക് വരുവാണ്. പാലിയത്തച്ഛനും ഇതേപോലെ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, മെക്കാളയിൽ നിന്ന് സമാനമായ അനുഭവം നേരിടുന്നു. വേലുത്തമ്പി പാലിയത്തച്ഛനുമായി രഹസ്യധാരണയിൽ ഏർപ്പെടുകയും തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം കൊച്ചിയിലെ മെക്കാളയുടെ ക്യാമ്പ് ആക്രമിക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ മെക്കാള രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുകയാണ് പറയുന്ന, തിരുവിതാംകൂറും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ചേർന്നിട്ട് നേരെ മെക്കാളെ പ്രഭു ആണല്ലോ രണ്ടിടത്തും പ്രശ്നക്കാരൻ. സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, മെക്കാളയുടെ സൈന്യത്തെ അങ്ങ് ആക്രമിക്കും. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. 1809 ജനുവരി 11 വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡേറ്റ് ആണ്. 1948 മകരം 1 കൊല്ലവർഷം അതാണ്, അതും പഠിക്കണേ. 948 മകരം 1 എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താണ്, 1809 ജനുവരി 11 PSC പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡേറ്റ് ആണ് അല്ലെ. എന്താണ്, കുണ്ടറ വിളംബരം. ആരാണ്, വേലുത്തമ്പി ദളവ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരത്തിനൊരുങ്ങാൻ വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇതിനെയാണ് നമ്മൾ കുണ്ടറ വിളംബരം എന്നറിയപ്പെടുന്നത്. 1809 ജനുവരി 11. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡേറ്റ് ആണ് 1809 ജനുവരി 11 എന്നുള്ളത്. ഓക്കെ, തിരുവിതാംകൂർ രാജാവിന് ദളവയുടെ ഇത്തരം നീക്കങ്ങൾ ഇഷ്ടമായിരുന്നില്ലെങ്കിലും എന്താണ്, നാട്ടുകാരെ തൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് വേലുത്തമ്പി ബ്രിട്ടീഷുകാരോട് പോരാട്ടം തുടർന്നു. മിനിറ്റ്. ഓക്കെ, കമ്പനി സൈന്യത്തോട് പരാജയപ്പെടുത്തുകയും സഹചാരിയായ പാലിയത്തച്ഛൻ സഖ്യത്തിന് നിന്ന് പിന്മാറുകയും ചെയ്ത ദളവയ്ക്ക് തിരിച്ചടിയായിട്ട് മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുകയാണ്, ആദ്യം ഒരു തുടങ്ങിയത് രണ്ട് കൂട്ടരും കൂടി കൂടിച്ചേർന്നല്ലേ, പക്ഷേ കുറച്ചായപ്പോൾ പാലിയത്തച്ഛൻ അങ്ങ് പിന്മാറും. അദ്ദേഹത്തെ ദളവ പദവിയിൽ നിന്ന് രാജാവ് നീക്കം ചെയ്തു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു നീക്കങ്ങൾ സ്വാഭാവികമായിട്ടും, രാജാവിന്റെ മന്ത്രിയാണ് ഈ പറയുന്ന ആര്, ദളവ എന്ന് പറയുന്നത്. പക്ഷേ ദളവയുടെ തീരുമാനങ്ങൾ പലതും രാജാവിന് എന്താണ്, ഭയങ്കര ഇഷ്ടക്കേടുണ്ടായിരുന്നു. അതേസമയം തന്നെ ഈ പാലിയത്തച്ഛൻ പിന്മാറുകയും കൂടി ചെയ്തപ്പോഴേക്കും ദളവയ്ക്ക് അത് മൊത്തത്തിൽ തിരിച്ചടിയായിട്ട് മാറും. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ ദളവ പദവിയിൽ നിന്ന് രാജാവ് അങ്ങ് നീക്കം ചെയ്യും. തിരുവിതാംകൂറിന്റെയും കമ്പനിയുടെയും സംയുക്ത സൈന്യം വേലുത്തമ്പി അഭയം തേടിയ മണ്ണടിയിലെ ഭവനം വളഞ്ഞപ്പോൾ വിദേശ ശക്തിക്ക് പിടികൊടുക്കാതെ അദ്ദേഹം മരണം വരിച്ചു. അപ്പോൾ എവിടെയാണ് വേലുത്തമ്പി മരണം വരിക്കുന്നത്, മണ്ണടിയിലാണ്. മണ്ണടി. ഇതേ കുണ്ട്ര വിളംബരത്തെ പറ്റി പഠിക്കാനുണ്ട്, ആദ്യയുടെ കിടപ്പുണ്ട് കേട്ടോ വർഷം. ഇത് ഒരുവട്ടം ചോദിച്ചിട്ടുണ്ട്, 948 മകരം 1 എന്നുള്ളത് കുണ്ട്ര വിളംബരം. തിരുവിതാംകൂറിനെ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടീഷുകാർ നാടിനെ കൊള്ളയടിക്കുകയാണെന്നും ഇവർ തുടർന്നാൽ നാട് നശിക്കുമെന്നും ഇവർക്കെതിരെ രാജഭക്തരും ദേശസ്നേഹികളും ആയുധമെടുത്ത പോരാട്ടത്തിന് തയ്യാറാകണമെന്നുമാണ് ഈ വിളംബരത്തിലൂടെ തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പി ആഹ്വാനം ചെയ്തത്. ഇതായിരുന്നു സംഭവം എന്ന് പറയുന്നത്. കൊച്ചിയും പാലിയത്തച്ഛനും. അപ്പൊ ദളവ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളത് വീണ്ടും പാലിയത്തച്ഛനിലോട്ട് വരുവാണ്. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ തിരുവിതാംകൂറുമായി രൂപീകരിച്ച സഖ്യത്തെ കുറിച്ചൊക്കെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലെ. ഓക്കെ, എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കും അദ്ദേഹം ഈ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മെക്കാളയായിട്ട് ദളവയ്ക്ക് എന്താണ് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ദളവ എന്ത് ചെയ്യുന്നത്, വേലുത്തമ്പി ദളവ ഇതിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ പാലിയത്തച്ഛൻ അക്കൂട്ടത്തിലേക്ക് വരുന്നുണ്ട്. പാലിയത്തച്ഛനും മെക്കാളയിൽ നിന്ന് എന്തൊക്കെയോ ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അതെന്താണെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. ബ്രിട്ടീഷ് പ്രസിഡന്റായ മെക്കാളെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നത് പാലിയത്തച്ഛൻ എതിർത്തിരുന്നു. അപ്പൊ എന്താണ്, മെക്കാളെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുക, അതാണ് നമ്മൾ കൊച്ചി കലാപം അല്ലെ, കൊച്ചിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതോടൊപ്പം പാലിയത്തച്ഛന്റെ ശത്രുവിന് മെക്കാളെ അഭയം നൽകുകയും ചെയ്യുന്നുണ്ട്. പാലിയത്തച്ഛന്റെ ഒരു ശത്രു ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, മെക്കാളെ പ്രഭു എന്ത് ചെയ്യും, അഭയം നൽകും.
തുടർന്നാണ് തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പിയുമായി ചേർന്ന് പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചത്. ബ്രിട്ടീഷുകാരോട് ശക്തമായി ചെറുത്തു നിന്നെങ്കിലും ഒടുവിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ മദിരാശിയിലേക്ക് നാട് കടത്തും. ഓക്കെ, പാലിയത്തച്ഛനെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? നാട് കടത്തുകയാണ്. കൊച്ചി രാജ്യത്തെ പാലിയം എന്ന നായർ തറവാടിലെ കാരണവന്മാരെയാണ് പാലിയത്തച്ഛൻ എന്ന് വിളിച്ചിരുന്നത്. പാലിയത്തച്ഛന്മാർ കൊച്ചി രാജ്യത്തിലെ മന്ത്രിമുഖ്യൻ അഥവാ പ്രധാനമന്ത്രി എന്ന സ്ഥാനം വഹിച്ചു പോന്നു. കൊച്ചി രാജ്യം, പാലിയ സത്യാഗ്രഹമൊക്കെ ഉണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്, വരുന്നുണ്ട് അതൊക്കെ. ഇനി നെക്സ്റ്റ് ആണ് കുറിച്യർ കലാപം. പരമ്പരാഗത ആയുധങ്ങളുമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന ഗോത്രജനതയാണ് ഈ കാണുന്നത്, അല്ലെ? ഗോത്രജനത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് എന്തുകൊണ്ടായിരിക്കാമെന്ന്. വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളാണ് കുറിച്യരും കുറുമ്പരും. ആരൊക്കെയാണ്? കുറിച്യരുമുണ്ട്, കുറുമ്പരുമുണ്ട്. കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ചിരുന്ന ഇവരെ ബ്രിട്ടീഷുകാർ ശത്രുക്കളായാണ് കണ്ടത്. എന്തൊക്കെ നടപടികളാണ് കുറിച്യരോട്? അതായത് നമ്മൾ പറഞ്ഞു അല്ലെ, കുറിച്യരുടെ നേതാവ് തലക്കൽ ചന്തു ഒക്കെ ഇവരെ സഹായിച്ചു, പഴശ്ശി രാജാവിനെ സഹായിച്ചു എന്ന് പറയും. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? പഴശ്ശി രാജാവ് ഇവിടെയുണ്ട്. പഴശ്ശി രാജാവാണ് ബ്രിട്ടീഷുകാർക്കെതിരെ എന്താണ് എതിർത്ത് നിൽക്കുന്നത്. അപ്പൊ ഈ പഴശ്ശി രാജാവിനെ സഹായിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ഈ പറയുന്ന കുറിച്യരുണ്ട്, കുറുമ്പരുണ്ട്, അതേപോലെ തദ്ദേശീയരായ കുറെ ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും ആരാണ്? ബ്രിട്ടീഷുകാർക്ക് എന്താണ്? ശത്രുക്കളായിട്ട് മാറുകയാണ്. അങ്ങനെയാണ് ഈ പറയുന്ന നമ്മുടെ കുറിച്യ കലാപത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഇവർ ചെയ്യുന്നു നേരെ വന്നേച്ചും ഈ ഗോത്രജന വിഭാഗം എന്ന് പറയുമ്പോൾ അറിയാലേ, കാടുമായിട്ട് അവർക്ക് അത് മാത്രമാണ് അവരുടെ ലോകം എന്ന് പറയുന്നത്. അവരുടെ കുറേ ഭൂമികളൊക്കെ ഇവർ പിടിച്ചെടുക്കും. അതേപോലെ പരമ്പരാഗതമായിട്ട് അവരുടെ ഉണ്ടായിരുന്ന കൃഷിയുണ്ട്, വെട്ടിച്ചൂട്ടി കൃഷി എന്നൊക്കെ പറയും. അതായത് അവരെങ്ങനെ ഒരു പ്രദേശം അങ്ങ് ക്ലിയർ ചെയ്ത് അവിടെ കൃഷി നടത്തും. കൃഷി നടത്തി കുറച്ച് നാൾ കൃഷി നടത്തുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്യും? അതങ്ങ് വെട്ടി അതാദ്യം കത്തിക്കും. ഓക്കെ, കത്തിച്ച് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? ആ ചാരമൊക്കെ കഴിയുമ്പോഴേക്കും മണ്ണങ്ങ് സെറ്റാകും. എന്നിട്ട് അവർ അവിടെ കൃഷി ചെയ്യും. അത് കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് പോയി അടുത്തടുത്ത് പോകും. ഇങ്ങനെയായിരുന്നു അവർ കൃഷി ചെയ്തിരുന്നത്. അതൊക്കെ അങ്ങ് നിർത്തലാക്കും. നികുതിയായിട്ട് പണ്ട് ഇവർ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പറയും സാധനം പോരാ, ഇനി എന്ത് വേണം? പകരം ഞങ്ങൾക്ക് പണം തന്നെ വേണമെന്ന് പറയുവാണ്. ഇതൊക്കെയായിരുന്നു റീസൺ എന്ന് പറയുന്നത്. 1812 കുറിച്യർ കലാപം ആരംഭിക്കുന്നത്. ഏത് വർഷം? 1812. വയനാട്ടിലേക്കുള്ള പാതകളുടെ നിയന്ത്രണം കൈക്കലാക്കിയും പ്രാദേശിക സഹായങ്ങൾ നേടിയെടുത്തും ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്രജനത പോരാടുകയാണ്. രാമനമ്പി, ആരാണ് രാമനമ്പി? നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, നമ്മുടെ കുറിച്യർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട പേരാണ് നമ്മൾ പഠിക്കുന്നത്. രാമനമ്പി അഥവാ രാമമൂപ്പനായിരുന്നു അവരുടെ നേതാവ്. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അവർ നേരിട്ട് ആക്രമിച്ചു. എന്നാൽ കൂടുതൽ പട്ടാളക്കാരെ മറ്റു സ്ഥലങ്ങളിൽ എത്തിച്ച് കുറിച്യർ കലാപം എന്ത് ചെയ്യുന്നു? അടിച്ചമർത്തുന്നത്. അപ്പൊ 1812 കുറിച്യർ കലാപം എന്ന് പഠിച്ചു വെക്കണം. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക, അതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. 1836 മുതൽ 1853 വരെയുള്ള 18 വർഷങ്ങൾക്കിടയിൽ മലബാറിൽ 22ഓളം ശക്തമായ കലാപങ്ങൾ നടന്നു. ഓക്കെ, 19-ാം നൂറ്റാണ്ടിൽ കലാപങ്ങളുടെ ഒരു പരമ്പര തന്നെ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലുമാണ് കലാപങ്ങൾക്ക് കാരണമായത്. മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന വില്യം ലോഗൻ തന്റെ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ്? മലബാർ ഡിസ്ട്രിക്ട് കളക്ടർ ആരായിരുന്നു? വില്യം ലോഗനാണ്. ചൂഷകരായ ജന്മിമാർക്കും ബ്രിട്ടീഷ് സർക്കാരിനുമെതിരെ കർഷകരുടെ പ്രതിഷേധവും ഉണ്ടായി. ഇതിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും എന്താണ്? തെക്കേ മലബാറിലെ മാപ്പിള കർഷകരായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം കലാപങ്ങളെ മാപ്പിള ലഹളകൾ എന്ന് വിളിച്ചിരുന്നത്. അപ്പൊ അതിനുള്ള റീസൺ എന്തായിരുന്നു? ഈ പറയുന്ന ജന്മിമാരുടെ ചൂഷണവും പുതിയ നികുതി നയങ്ങളൊക്കെ ആയിരുന്നു എന്ത്? മാപ്പിള കലാപങ്ങൾക്ക് കാരണമെന്ന് പറയുന്നത്. കണ്ട, മലബാർ മാനുവൽ ആരുടേതാണെന്ന് ചോദിക്കാറുണ്ട്. ആരുടേതാണ്? നമ്മുടെ വില്യം ലോഗന്റേതാണ് മലബാർ മാനുവൽ. പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം ആരുടേതാണ്? വില്യം ലോഗൻ. വില്യം ലോഗൻ ആരായിരുന്നു? നമ്മുടെ ഈ പറയുന്ന മലബാർ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരുന്നു. ആര്? വില്യം ലോഗൻ. മലബാർ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരുന്ന വില്യം ലോഗൻ ആണ്. ഓക്കെ, ഇനി നോക്കിക്കേ, ചെറുത്തുനിൽപ്പുകൾ ഏതൊക്കെയായിരുന്നു? കോട്ടയം വയനാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പഴശ്ശി സമരങ്ങളായിരുന്നു, അല്ലെ? ഇവിടെ വരേണ്ടത് പഴശ്ശിയാണ്. പഴശ്ശി സമരങ്ങളാണ്. കോട്ടയം വയനാട് സാഹചര്യം എന്തായിരുന്നു? ഈ പറയുന്ന നികുതി പിരിച്ചെടുക്കാനുള്ള ആ ഒരു സാഹചര്യം കൊടുക്കുകയും ആ അവസാനം എന്ത് ചെയ്യും? അത് മാറ്റി
അല്ലെ, സാഹചര്യം പറയും, നികുതി പിരിച്ചെടുക്കാമെന്ന് പറയും, പക്ഷെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അത് സമ്മതിച്ചു കൊടുക്കില്ല. അതായിരുന്നു ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്. ആഭ്യന്തര കാര്യങ്ങളിലെ ബ്രിട്ടീഷ് ഇടപെടലാണ് എന്ത് സംഭവിക്കുന്നത്, വേലുത്തമ്പി അല്ലെ, വേലുത്തമ്പി ദളവയുടെ ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്നത്. അതെവിടെയായിരുന്നു, തിരുവിതാംകൂറിലായിരുന്നു, ട്രാവൻകൂർ. കൊച്ചിയിൽ എന്തായിരുന്നു, കൊച്ചിയിലും ഇതേപോലെ തന്നെ പാലിയത്തച്ഛന്റെ ചെറുത്തുനിൽപ്പായിരുന്നു അല്ലെ. അവിടെയും സംഭവിച്ച എന്തായിരുന്നു, സെയിം കാര്യം തന്നെയായിരുന്നു. കൊച്ചിയിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ എന്തായിരുന്നു ഉണ്ടോ, അതായത് കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ഇടപെട്ടത് തന്നെയായിരുന്നു. ഇനി എന്താണ് അടുത്തത് വരുന്നത്, കുറിച്യർ കലാപം നടന്ന എവിടെയാണ്, വയനാട് അല്ലെ, വയനാടാണ് കുറിച്യർ കലാപം നടന്നത്. ഇവിടെ എന്താണ് സാഹചര്യം എന്ന് പറയുന്നത്, സെയിം എന്തായിരുന്നു, പഴശ്ശിരാജാവിനെ സഹായിച്ചതായിരുന്നു അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത്. നികുതി വർധനവും കുടിയൊഴിപ്പിക്കലും അതെവിടെയായിരുന്നു, ഈ പറയുന്ന ലാസ്റ്റ് നമ്മുടെ മാപ്പിള കലാപങ്ങൾ പറഞ്ഞത് അല്ലെ, മാപ്പിള കലാപങ്ങളുടെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അവിടെ ഉണ്ടോ, ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലുമാണ് കലാപങ്ങൾക്ക് കാരണമായത്. എന്ത് കലാപം, മാപ്പിള ലഹള. അപ്പൊ ഇവിടെ എന്താണ് വേണ്ടത്, മാപ്പിള ലഹള. ഓക്കെ, അപ്പൊ ഇത്രയുമാണ്. ഇനി നമുക്ക് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മനുഷ്യ സോദരന്മാർ, ഇക്കാലത്തിൽ 20-ാം നൂറ്റാണ്ടിലും ഇത് നീക്കാറായില്ലല്ലോ യോഗപ്പെണ്ണെ. എന്തൊരാൾക്കാരാണ് നിങ്ങൾ ജ്ഞാനപ്പെണ്ണെ. ഏതാണ്, പണ്ഡിറ്റ് KP കറുപ്പൻ. പഠിച്ചു വെക്കേണ്ടതാണ് ജാതികുമ്മി. ഇതാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. വരികൾ പഠിച്ചു വെച്ചു. കാര്യം ഇങ്ങനെ ഒരു വരി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് കയറി ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പൊ പഠിച്ചു വെച്ചു. നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മാനുഷ സോദരന്മാർ, ഇക്കാലത്ത് 20-ാം നൂറ്റാണ്ടിലും ഇത് നീക്കാറായില്ലല്ലോ യോഗപ്പെണ്ണെ. എന്തൊരാൾക്കാരാണ് നിങ്ങൾ ജ്ഞാനപ്പെണ്ണെ. എന്താണ്, പണ്ഡിറ്റ് KP കറുപ്പൻ. ജാതികുമ്മി ആരുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ പണ്ഡിറ്റ് KP കറുപ്പന്റെ കൃതി ഏതെന്ന് ചോദിക്കാറുണ്ട്. ജാതികുമ്മി എന്ന പ്രശസ്തമായ കൃതി എഴുതിയത് ആരെന്ന് ചോദിക്കാറുണ്ട്. ഇതെല്ലാം നോർമൽ ക്വസ്റ്റ്യൻസ് ആണ്. ഉണ്ടോ, നാം ഇന്ന് കാണുന്ന തുല്യതയും സമത്വവും അന്നത്തെ സാമൂഹ്യ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടമാടിയ സമൂഹമായിരുന്നു അത്. ഒരു വ്യക്തിയുടെ സാമൂഹ്യ പദവി നിർണയിച്ചിരുന്നത് ജനിച്ച ജാതി അടിസ്ഥാനമാക്കിയായിരുന്നു. ജാതി വിവേചനത്തിന്റെ ഭാഗമായി തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, സഞ്ചാരവിലക്ക് തുടങ്ങി ധാരാളം ഉണ്ടായിരുന്നു അല്ലെ. നമുക്കറിയാം പന്തിഭോജനം ഉണ്ടായിരുന്നു. പിന്നെന്താണ്, മേൽമുണ്ട് ധരിക്കാൻ പാടില്ലായിരുന്നു അല്ലെ. പിന്നെന്തായിരുന്നു ഈ പറയുന്ന നമ്മള് സത്യപരീക്ഷണങ്ങളൊക്കെ ഇല്ലേ, ഇതെല്ലാം എന്തായിരുന്നു, ജാതിയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. സമൂഹത്തിലുണ്ടായിരുന്ന യുക്തിരഹിതമായ ഇത്തരം അനാചാരങ്ങൾക്കെതിരെ പോരാടിയവരാണ് സാമൂഹിക പരിഷ്കർത്താക്കൾ. ഇതില് എല്ലാവരെയും ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. പഴയ ടെക്സ്റ്റ് ബുക്ക് പോലെ അല്ലെ, ഇത്തവണത്തെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചേ തന്നിട്ടുള്ളൂ. പക്ഷെ അത് കുറച്ച് അധികം ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവരുടെയും ടോപ്പിക്ക് ഭയങ്കര ചെറുതാക്കി തന്നിട്ടുണ്ട്. ആരാണ് വൈകുണ്ഠസ്വാമി? നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ആരാണ് വൈകുണ്ഠസ്വാമി. എന്താണ് വൈകുണ്ഠസ്വാമിയെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്? കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു. വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തിയാണ് ആര്? വൈകുണ്ഠസ്വാമി. ചോദിക്കുന്ന അങ്ങനെ തന്നെയാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ വൈകുണ്ഠസ്വാമി. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് സമത്വ സമാജം ആരുമായി ബന്ധപ്പെട്ടതാണ്? വൈകുണ്ഠസ്വാമി. ഇപ്പൊ എന്തൊക്കെയാണ്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തി സമത്വ സമാജം. ഇത്രയും പഠിച്ചാൽ മതി അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട്. അടുത്തത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സാമൂഹ്യ പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനും അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി എന്താണ് അനാഥാലയങ്ങളും വിദ്യാലയങ്ങളൊക്കെ സ്ഥാപിച്ച വ്യക്തിയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അപ്പൊ നെക്സ്റ്റ് വ്യക്തി നമുക്ക് പഠിക്കാനുള്ളത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? കേരളത്തിന്റെ സാമൂഹിക മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച
പരിഷ്കർത്താക്കൾ പ്രഥമ സ്ഥാനീയനാണ് അല്ലെ. അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കുമെതിരെ പോരാടി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കോട്ടിങ്സ് ആണ് എന്ത്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ഘോഷിച്ചു അല്ലെ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. പിന്നെന്താണ്, അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ത്, ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ ഏവരും സോദരത്തോടെ ഈ കഴിയുന്ന മാതൃകാ സ്ഥാനമാണെന്ന് എഴുതി വെച്ചിരിക്കുന്ന എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രത്തിലാണ്. സഹോദരൻ അയ്യപ്പൻ, മഹാകവി കുമാരനാശാൻ, ഡോക്ടർ പൽപ്പു, ടി കെ മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളെ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് എന്ത്, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ SNDP എന്ന് പറയുന്നത്. ഓക്കെ, യോഗനാഥം, വിവേകോദയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രമൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. നെക്സ്റ്റ് ആണ് ചട്ടമ്പി സ്വാമികൾ. ജാതി വ്യവസ്ഥയും യുക്തിരഹിതമായ ആചാരങ്ങളും അതേപോലെ തന്നെ എന്താണ്, ആചാരങ്ങളെയും എതിർത്ത വ്യക്തിയാണ്. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും എന്താണ്, പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയൊരു വ്യക്തിയാണ് ആര്? ചട്ടമ്പി സ്വാമി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അയ്യങ്കാളിയുണ്ട്, മന്നത്ത് പത്മനാഭനുണ്ട്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നോക്കിക്കേ, അയ്യങ്കാളിയെ പറ്റി എന്താണ് പഠിക്കാനുള്ളതെന്ന്. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടി. ഏതൊക്കെയാണ്? വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം എന്നിവ അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. 1907 സാധുജന പരിപാലിനി ആണ് അതിന്റെ മുഖപത്രം ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് നമ്മുടെ കേരള നവോത്ഥാന നായകരുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ നവോത്ഥാന നായകരുമായിട്ട് ബന്ധപ്പെട്ട് PSCയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ജസ്റ്റ് പ്ലേലിസ്റ്റിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും അത്. അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. മുസ്ലിം സാമുദായിക സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചതാണ്. രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്വദേശാഭിമാനി. രാമകൃഷ്ണപിള്ള നമ്മൾ പഠിക്കുന്നുണ്ട്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്റർ ആയിരുന്നു. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചതാരാണ്? അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹം കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ നേതാവാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്തത് മന്നത്ത് പത്മനാഭൻ. നായർ സമുദായത്തിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. കേരളത്തിൽ പൗരാവകാശങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചു. നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS ആരംഭിക്കുന്നവരാണ് മന്നത്ത് പത്മനാഭനാണ്. നെക്സ്റ്റ് പൊയ്കയിൽ യോഹന്നാൻ. എന്താണ് പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ജാതീയത, അടിമത്തം തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടിയ വ്യക്തിയാണ്. പിന്നെന്താണ്, പിന്നെ ആരൊക്കെയാണ്? പൊയ്കയിൽ യോഹന്നാനുണ്ട്, പണ്ഡിറ്റ് KP കറുപ്പനുണ്ട്, വാഗ്ഭടാനന്ദനുണ്ട്, VT ഭട്ടതിരിപ്പാടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS നമ്മൾ പഠിക്കുന്നുണ്ട്. പൊയ്കയിൽ അപ്പച്ചൻ്റെതാണ്. പണ്ഡിറ്റ് KP കറുപ്പനാണെങ്കിൽ നമ്മൾ കുറച്ചു മുമ്പ് ഒരു ജാതി കുമ്മി പറഞ്ഞില്ലേ. ഇനി എന്താണ്? അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് അരയ സമാജം. അദ്ദേഹം എന്താണ്? കവിയാണ്, നാടകകൃത്താണ്. അതാണ് ജാതി കുമ്മി നമ്മൾ ഒരു കവിത പറഞ്ഞത്. VT ഭട്ടതിരിപ്പാട് നമ്പൂതിരി സാമുദായിക പരിഷ്കർത്താവാണ് അല്ലെ. VT ഭട്ടതിരിപ്പാട് എന്ന് പറയുമ്പോൾ നമ്പൂതിരി സമുദായവുമായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ബന്ധപ്പെട്ടിരിക്കുന്നത്. പിന്നെന്താണ് നമുക്ക് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്? ഒന്ന് മാർക്ക് ചെയ്തേക്കട്ടെ. എന്താണ്? എഴുത്തുകാരൻ എന്ന നിലയിൽ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരുടേതാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. അദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. പ്രത്യക്ഷ ദൈവസഭ പൊയ്കയിൽ യോഹന്നാൻ. അരയ സമാജം പണ്ഡിറ്റ് കറുപ്പൻ. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. ആത്മവിദ്യാസംഘം ആരാണ്? വാഗ്ഭടാനന്ദൻ. ഇതിങ്ങനെ മാച്ച് ഫോളോയിങ് ആയിട്ടൊക്കെ കയറി ചോദിക്കുന്നതാണ്. യുക്തിയിൽ അധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ചും അതേപോലെ തന്നെ ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിച്ചതുമായ വ്യക്തിയാണ് ആര്? നമ്മുടെ വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. വാഗ്ഭടാനന്ദൻ. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് നമ്മൾ പഠിച്ചത്? VT വാഗ്ഭടാനന്ദൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, പൊയ്കയിൽ യോഹന്നാൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, മന്നത്ത് പത്മനാഭൻ, ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അതേപോലെ വൈകുണ്ഠസ്വാമി. ഇത്രയും വ്യക്തികളെ പറ്റിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്.
ഇവരെയൊക്കെ കൂടാതെ ഇപ്പൊ നമ്മള് കുറേ അല്ലെ നേതാക്കന്മാരെ കുറേ ഇവരുണ്ടായിരുന്നല്ലോ, സ്ത്രീജനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ആരൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ദാക്ഷായണി വേലായുധൻ, അതേപോലെ തന്നെ ആരാണ്, പാർവതി നെന്മേനി മംഗലം, ആര്യ പള്ളം, കാളിക്കുട്ടി ആശാത്തി തുടങ്ങിയവർ സ്ത്രീകളുടെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പ്രവർത്തനങ്ങൾ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കും വിദ്യാഭ്യാസ പുരോഗതിക്കും കാരണമായി. സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാനും കേരളത്തിന്റെ നവോത്ഥാന കാലഘട്ടത്തെ അടയാളപ്പെടുത്താനും സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോ സമരത്തിലേക്ക് വരുവാണ്. അതിൽ ആദ്യം പറയുന്ന ഇതാണ്, പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ത് നടന്നു? മേൽമുണ്ട് സമരം. ഓക്കെ, എല്ലാ മതത്തിലും ചാന്നാട്ടികളും കട്ടിശീല കൊണ്ട് ഉടുത്തി കെട്ടിക്കൊള്ളുകയോ മേൽജാതിയിലുള്ള സ്ത്രീകളെ പോലെ അല്ലാതെ മറ്റേത് വിധത്തിലെങ്കിലും മാറുമറച്ചു കൊള്ളുകയോ ചെയ്യുന്നതിന് വിരോധമില്ലായ്ക കൊണ്ടും വിവരം സകലമാന പേരും അറിഞ്ഞു നടന്നുകൊള്ളുകയും വേണം. ഒരു കോട്ടിങ് പറഞ്ഞിരിക്കുകയാണ്. അതായത് പണ്ട് കാലങ്ങളിൽ സ്ത്രീജനങ്ങൾക്ക് എന്തുണ്ടായിരുന്നില്ല? മേൽമുണ്ട്, അരയ്ക്ക് മുകളിലോട്ട് എന്ത് ചെയ്യാനുണ്ടായിരുന്നില്ല? മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഓക്കെ, സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിന്റെ ഒരു ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. അപ്പൊ എന്താണ്? മേൽവസ്ത്രം ധരിക്കാനായിട്ട് അവകാശം പുറപ്പെടുവിച്ചതാരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഈ വിളംബരത്തിന് കാരണമായ മേൽമുണ്ട് സമരമാണ്. മേൽമുണ്ട് സമരത്തെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. മേൽമുണ്ട് സമരം എന്തായിരുന്നു അല്ലെ? മേൽ ജാതിക്കാർക്ക് ഈ മുണ്ട് മേലോട്ട് ധരിക്കാൻ പറ്റാണ്ട് വരികയും അവരെല്ലാവരും കൂടി സമരം ചെയ്തു. മേൽമുണ്ട് സമരം നമ്മൾ വൈകുണ്ഠസ്വാമിയായിട്ട് പണ്ടുണ്ടായിരുന്നു, അതിന് ശേഷമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. തെക്കൻ തിരുവിതാംകൂർ വരുന്നുണ്ട് താഴേക്ക്. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് ഉയർന്ന വിഭാഗം എന്ന് കരുതപ്പെട്ടിരുന്ന സ്ത്രീകളെ പോലെ മേൽവസ്ത്രം ധരിക്കാനായിട്ട് എന്തുണ്ടായിരുന്നില്ല? അവകാശം ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടെ പൊതുസ്ഥലങ്ങളിൽ മേൽമുണ്ട് ധരിച്ച് പ്രത്യക്ഷപ്പെട്ട ചാന്നാർ സ്ത്രീകളെ ഉയർന്ന വിഭാഗം എന്ന് കരുതപ്പെട്ടിരുന്നവർ ആക്രമിക്കുകയും മേൽമുണ്ട് വലിച്ചു കീറുകയും ചെയ്തു. തുടർന്ന് തെക്കൻ തിരുവിതാംകൂറിൽ പലയിടങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടു. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് ഇപ്പൊ എന്നാണ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്? ആരാണ്? ഉത്രം തിരുനാള്. എന്നാണ്? 1859 1859 ജൂലൈ 26. നെക്സ്റ്റ് നമ്മുടെ വൈക്കം സത്യാഗ്രഹമാണ് പറയുന്നത്. വൈക്കം ക്ഷേത്രത്തിന് 100 മീറ്റർ അകലെ സ്ഥാപിച്ചിരുന്നൊരു ബോർഡാണ്. എന്താണ്? അയിത്തജാതിക്കാർക്ക് ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല. അതായത് അമ്പലത്തിന്റെ ഒരു പരിധി ഉണ്ടായിരുന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു? ഈ ആൾക്കാർക്ക് പ്രവേശിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണ് വൈക്കം സത്യാഗ്രഹം ഉടലെടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്നു നിന്ന് ഗണിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഈ വിവേചനത്തിനെതിരെയാണ് 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിക്കുന്നത്. TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനോൻ, ഈ ആൾക്കാരുടെ പേര് പഠിക്കണേ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടവരേര്, ബന്ധപ്പെടാത്തത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ദേശീയ ശ്രദ്ധ ആകർഷിച്ച വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിലൂടെയാണ് അവസാനിപ്പിക്കുന്നത്. 1925 നവംബർ 3 എന്താണ്? ക്ഷേത്രത്തിലെ 3 വശങ്ങൾ കൂടിയുള്ള റോഡുകൾ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുറന്നു കൊടുക്കപ്പെട്ടു. അപ്പൊ എന്നാണ്? 24 മാർച്ച് 30 തുടങ്ങി 25 നവംബർ 23 എന്ത് അവസാനിക്കുന്നത്? നമ്മുടെ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത്. അതായത് ഈ ഒരു ബോർഡ് ഇതിനെങ്ങനെയായിരുന്നു അവരുടെ രീതി എന്ന് പറയുന്നത്? ആദ്യത്തെ ദിവസം, അതായത് ഒന്ന് ഒരു പുലയൻ, ഒരു ഈഴവൻ, അങ്ങനെ ഒരു 3 കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ബോർഡിന്റെ അപ്പുറത്തേക്ക് കടന്നു പോകും. അതായിരുന്നു അവരുടെ സമര രീതി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സമരം ആരംഭിക്കുന്ന ആരൊക്കെയുണ്ട്? കെ കേളപ്പൻ നിരാഹാരമൊക്കെ തുടങ്ങും. TK മാധവനുണ്ട്, K കേളപ്പനുണ്ട്, അതേപോലെ KP കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിലാണ് നിരാഹാരം. അപ്പൊ ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സമരത്തിൽ. അങ്ങനെയാണ് മഹാത്മാഗാന്ധി വരികയും ഗാന്ധിജിയാണ് എന്ത് ചെയ്യുന്നത്? ഈ സമരം അവസാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഏത് ദിവസം? 1925 നവംബർ 23. അങ്ങനെയാണ് ഈ പറയുന്ന, നമുക്കറിയാം അവിടെ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയായിരുന്നു അല്ലെ സമരം നടത്തി. പക്ഷെ അപ്പൊ അക്കൂട്ടത്തിൽ എന്ത് ചെയ്തിരുന്നു?
അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ മന്നത്ത് പത്മനാഭൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സവർണ ജാഥ നടത്തുന്നുണ്ട്. എവിടെ നിന്ന് എവിടം വരെ? വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. അതങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. സവർണ ജാഥ നയിച്ചതാര്? മന്നത്ത്. എന്തുമായിട്ട് ബന്ധപ്പെട്ടു? വൈക്കം സത്യാഗ്രഹവുമായിട്ട്. എവിടെ മുതൽ എവിടം വരേക്കും? വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. നെക്സ്റ്റ് വരുന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹം അല്ലെ. ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം. അപ്പൊ ക്ഷേത്ര പ്രവേശനമായിരുന്നു. വൈക്കം സത്യാഗ്രഹം എന്തായിരുന്നു? സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം എന്താണ്? ക്ഷേത്ര പ്രവേശനമാണ്. ഓക്കെ. കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഏത് വർഷം? 1931 നവംബർ 1 സത്യാഗ്രഹം ആരംഭിച്ചു. സമരപരിപാടികൾ ശക്തമായപ്പോൾ അധികാരികൾക്ക് 1 മാസത്തോളം ക്ഷേത്രം അടച്ചിടേണ്ടി വന്നു. സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റനായ AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരെന്ന് ചോദിക്കാറുണ്ട്. ആരാണ് AK ഗോപാലൻ? P കൃഷ്ണപിള്ള സത്യാഗ്രഹത്തെ എതിർത്തവർ ക്രൂരമായി മർദ്ദിച്ചു. കണ്ട, കെ കേളപ്പൻ ക്ഷേത്രത്തിന് മുന്നിൽ മരണം വരെ ഉപവാസം തുടങ്ങിയതോടെയാണ് അനേകം ആളുകൾ എന്ത് ചെയ്യുന്നത്? ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ വീണ്ടും ഗാന്ധിജി ഇടപെടുകയാണ്. ഗാന്ധിജി ഇടപെട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഉപവാസം അവസാനിപ്പിക്കുന്നുണ്ട്. ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാൻ പൊന്നാനി താലൂക്കിൽ കോൺഗ്രസ് ഒരു ജനഹിത പരിശോധന നടത്തിയപ്പോൾ ഭൂരിപക്ഷം പേരും ഇതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ സമസ്ത ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കഴിഞ്ഞു. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ്? 1931 നവംബർ 1 ഓക്കെ. ഇനിയാണ് ആധുനിക ലോകത്തെ മഹാത്ഭുതം അല്ലെ. ക്ഷേത്രപ്രവേശന വിളംബരം അറിയപ്പെടുന്ന എങ്ങനെയാണ്? ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്നറിയപ്പെട്ടത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. നോക്കാം നമുക്ക് എന്താണ് പഠിക്കാനുള്ളതെന്ന്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നവംബർ 12. ആരാണ്? അന്നത്തെ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് എന്ത് നടത്തുന്നത്? ഈ പറയുന്ന ക്ഷേത്രപ്രവേശന വിളംബരം നടത്തുന്നത്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നറിയപ്പെടുന്നത് ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഓക്കെ. കണ്ട, ഗാന്ധിജിയാണ് ഈ വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ ആരാണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിക്കാറുണ്ട്. ഗാന്ധിജിയാണ്. ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടപ്പിലാക്കിയത്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 1936 നവംബർ 12. ഓക്കെ. നെക്സ്റ്റ് ആണ് പാലിയം സത്യാഗ്രഹം വരുവാണ്. അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു 47-48 സമയത്തെ പാലിയം സത്യാഗ്രഹം. കൊച്ചിയിലെ ചേന്നമംഗലത്തെ പാലിയത്തച്ഛന്റെ വസതിയുടെ മുന്നിൽ, എവിടെയാണ്? ചേന്നമംഗലമാണ്. റോഡിലൂടെ നടന്നു പോകാൻ അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. ഈ പ്രശ്നത്തെ ചൊല്ലി രാഷ്ട്രീയ കക്ഷികളും സാമുദായിക സംഘടനകളും ഒത്തുചേർന്നതിനെ തുടർന്നുണ്ടായ സമരമാണ് പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. സി കേശവൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ സത്യാഗ്രഹത്തെ നേരിടാൻ സർക്കാർ അറസ്റ്റുകളും മർദ്ദനമുറകളും പ്രയോഗിച്ചു. 1948 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളുടെയും ജാതിഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കുന്ന പാലിയം റോഡിലൂടെ സഞ്ചരിക്കുന്നതിനും എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രണമില്ലാതെയായിട്ട് മാറി. ഓക്കെ. മേൽമുണ്ട് സമരം എന്തായിരുന്നു? വസ്ത്രധാരണമായിരുന്നു. ഇനി വൈക്കം സത്യാഗ്രഹം എന്തായിരുന്നു? സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു അല്ലെ. സഞ്ചാര സ്വാതന്ത്ര്യം. ഗുരുവായൂർ സത്യാഗ്രഹം എന്തായിരുന്നു? ക്ഷേത്ര പ്രവേശനമാണ്. പാലിയം സത്യാഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ട? അയിത്തോച്ചാടനമായിരുന്നു മെയിൻ ആയിട്ട് അല്ല. അയിത്തോച്ചാടനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയും എന്താണ്? അവർക്ക് സഞ്ചരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അവിടെ മെയിൻ ആയിട്ട് അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന സമരം എന്നാ പറയുന്നത്. അപ്പൊ അവിടുത്തെ സാഹചര്യം അയിത്തോച്ചാടനമായിരുന്നു. ഓക്കെ. അതായത് സാഹചര്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് നമുക്ക് പറയാൻ പറ്റും? കൊച്ചിയിലെ ചേന്നമംഗലത്തെ പാലിയത്തച്ഛന്റെ വീടിന്റെ വാതിക്കയിലൂടെയുള്ള ആ റോഡിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണമായിരുന്നു. ഓക്കെ. ദേശീയബോധത്തിന്റെ സമരജ്വാല. വരിക വരിക സഹചരി ആരുടേതാണ്? അംശി നാരായണ പിള്ള. നമുക്ക് പഠിക്കാനുണ്ടല്ലേ. 1930 ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടന്ന ജാഥയിൽ ആലപിക്കാൻ ആരെഴുതിയത്? അംശി നാരായണ പിള്ള എഴുതിയ വരികളാണ് വരിക വരിക സഹചരി. ഓക്കെ. സത്യാഗ്രഹികൾ ഗാനം ആലപിച്ചും മുദ്രാവാക്യം മുഴക്കിയും പയ്യന്നൂർ കടപ്പുറത്തേക്ക് ജാതിയായി നീങ്ങി. വഴിനീളെ ആയിരക്കണക്കിന് ജനങ്ങൾ അവർക്ക് സ്വീകരണം നൽകി. കേരളത്തിൽ ദേശീയ പ്രസ്ഥാനം എത്രമാത്രം ഊർജ്ജസ്വലമായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ. ഇനി എന്താണ് കേരളത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ച? ഇനി മലബാറിലേക്കും കൊച്ചിയിലും തിരുവിതാംകൂറിലാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അതിനു മുമ്പ് ഇവിടെ കുറച്ച് കാര്യം പറയാനുണ്ട്. സി ശങ്കരൻ. ആരാണ് സി ശങ്കരൻ? നമ്മൾ പഠിക്കുന്നുണ്ട്. ചേറ്റൂർ ശങ്കരൻ നായർ. ആരാണ്?
നമുക്കറിയാം അല്ലെ, INC-യുടെ പ്രസിഡന്റായ ആദ്യ മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ഓക്കെ, ബാരിസ്റ്റർ GP പിള്ളയെ അവിടെ പറ്റിയാണ് ഇനി പറയുന്നത്. കേരളത്തിലെ പോലെ തന്നെ ദേശീയ തലത്തിലും കോൺഗ്രസിൽ ശ്രദ്ധേയമായ മലയാള സാന്നിധ്യം ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? C ശങ്കരനും ബാരിസ്റ്റർ GP പിള്ളയും പങ്കെടുത്ത വ്യക്തിയാണ് ബാരിസ്റ്റർ GP പിള്ള. C ശങ്കരൻ എന്തായിരുന്നു? അവിടുത്തെ അധ്യക്ഷനായിരുന്നു. ഏതാണ്? അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ. നെക്സ്റ്റ് മലബാറാണ്. കേരളത്തിൽ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് മലബാറിൽ ദേശീയ പ്രസ്ഥാനം കൂടുതൽ കരുത്തുറ്റതായിരുന്നു. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണവും ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ ചലിപ്പിച്ചു. ഖിലാഫത്ത്, നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പിന്തുണയാണ് മലബാറിലെങ്ങും ലഭിച്ചത്. സമരത്തിന്റെ ഭാഗമായി ജനങ്ങൾ വിദേശ നിർമ്മിത വസ്തുക്കളും കോടതികളും വിദ്യാലയങ്ങളും മുതലായ സർക്കാർ സ്ഥാപനങ്ങളും ബഹിഷ്കരിച്ചു. സമരത്തിന് സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും മികച്ച പങ്കാളിത്തം ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? C കുഞ്ഞിരാമമേനോൻ, K കേളപ്പൻ, U ഗോപാലമേനോൻ, KP കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, E മൊയ്തു മൗലവി തുടങ്ങിയവരൊക്കെ എന്തായിരുന്നു പ്രധാന നേതാക്കൾ? മൊയ്യാരത്ത് ശങ്കരൻ. നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നപ്പോൾ അതിൽ എന്ത് ചെയ്തു? കേരളത്തിലും ഉണ്ടായിരുന്നു. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം ചോദിച്ചാൽ അത് എവിടെയായിരുന്നു? പയ്യന്നൂര്. പയ്യന്നൂർ ആരാണ് അതിന് നേതൃത്വം നൽകിയത്? K കേളപ്പൻ. ഓക്കെ, കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സത്യാഗ്രഹികൾ പയ്യന്നൂരിലെ കടപ്പുറത്തേക്ക് എത്തിച്ചേരുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്തു. കൂടാതെ മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹികൾ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണവും മദ്യഷാപ്പ് പിക്കറ്റിങ്ങും ഖാദി പ്രചാരണവും സമരത്തിന്റെ ഭാഗമായി നടന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് നടന്ന പ്രോസസ്സ് എന്തൊക്കെയാണ്? മറ്റ് ഇതാണ്: വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചു, മദ്യഷാപ്പ് പിക്കറ്റിംഗ് ചെയ്തു, ഖാദി പ്രചരണം. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കണ്ട, കോഴിക്കോട് ആരായിരുന്നു? മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ് കോഴിക്കോട് നടത്തിയത്. 1920 1920 ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും നിസ്സഹകരണ ഖിലാഫത്ത് പ്രചരണാർത്ഥം കോഴിക്കോടെത്തി. ഇപ്പൊ ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എപ്പോഴാണ്? ഈ പറയുന്ന 1920 ഗാന്ധിജി 5 തവണ ഇന്ത്യയിൽ കേരളത്തിൽ വന്നിട്ടുണ്ടെന്ന് അറിയാലോ അല്ലെ. ഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനമായിരുന്നു ഇത്. ഇന്ത്യക്കാർ വ്യത്യസ്ത മതസ്ഥരെങ്കിലും നമ്മുടെ മാതൃഭൂമിയുടെ സന്തതികൾ ആണെന്നും നമ്മുടെ സുഖദുഃഖങ്ങൾ ഒന്നാണെന്നും പ്രശ്നങ്ങൾ ഒന്നാണെന്നും നേതാക്കൾ ഉദ്ബോധിപ്പിച്ചപ്പോൾ ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. അപ്പൊ ആദ്യമായിട്ട് ഗാന്ധിജി വന്നത് എന്നാണ്? 20. എന്തിന്റെ പ്രചരണാർത്ഥമാണ്? ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥമാണ്. ഇനി അങ്ങനെ മലബാർ കലാപം വരുവാണ്. മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ ജന്മിവിരുദ്ധ പ്രക്ഷോഭമായിരുന്നു മലബാർ കലാപം എന്ന് പറയുന്നത്. നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തോടൊപ്പം നേരത്തെ തന്നെ മലബാറിൽ സജീവമായിരുന്ന കുടിയാൻ പ്രസ്ഥാനവും ചേർന്നപ്പോൾ അത് മലബാർ കലാപമായിട്ട് പരിണമിച്ചു. 1921 ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് കലാപം വ്യാപിക്കുന്നത്. ജന്മിമാരും ഗവൺമെന്റും ഉദ്യോഗസ്ഥരും കലാപത്തിൽ ഏർപ്പെട്ട കർഷകർ ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചു. മലബാർ സ്പെഷ്യൽ പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റ് കലാപം അടിച്ചമർത്തി. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയായിരുന്നു? ആലി മുസലിയാർ, വാരിയംകുന്നത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജി, MP നാരായണ മേനോൻ എന്നിവർ. ഈ പേരുകളെല്ലാം പഠിക്കണം കേട്ടോ നിങ്ങൾ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് വാഗൺ ട്രാജഡി, വാഗൺ കൂട്ടക്കൊല നടക്കുന്നത്. മലബാർ കലാപ സമയത്തുണ്ടായ ദാരുണ സംഭവമാണ്. ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ഹിച്ച് ഹോക്ക്, ആരാണ്? ഹിച്ച് കോക്കിന്റെ മേൽനോട്ടത്തിൽ 100ഓളം തടവുകാർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ചരക്ക്, സാധാരണ ട്രെയിനല്ല, ഈ ചരക്ക് ട്രെയിനിലേക്ക് കുത്തി നിറച്ചിട്ട് എന്ത് ചെയ്യും? ജയിലിലേക്ക് കൊണ്ടുപോകും. ഇടക്ക് വെച്ച് തുറന്നു നോക്കുമ്പോൾ എന്താണ്? അതിൽ പകുതിയിൽ പേരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനെയാണ് വാഗൺ ട്രാജഡി, വാഗൺ കൂട്ടക്കൊല എന്നൊക്കെ അറിയപ്പെടുന്നത്. തിരൂരങ്ങാടി, പൂക്കോട്ടൂർ, പാണ്ടിക്കാട് സംഘർഷങ്ങൾ. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ആരാണ്? വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിക്കുകയും ഇതിനെ തുടർന്ന് തിരൂരങ്ങാടിയിലും പിന്നീട് പൂക്കോട്ടൂരിലും പിന്നീട് എവിടെയാണ്? പാണ്ടിക്കാടിലും ബ്രിട്ടീഷ് പോലീസും ജനങ്ങൾ തമ്മിലുണ്ടായ കലാപമായി മാറുകയാണ്. ഇതൊക്കെ മലബാർ ആ സമയത്ത് തിരൂരങ്ങാടി, പൂക്കോട്ടൂർ, പാണ്ടിക്കാട് സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് റീസൺ ഇതായിരുന്നു.
ഉണ്ടോ? പൂക്കോട്ടൂർ യുദ്ധസ്മാരകമാണ് ഈ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വിറ്റ് ഇന്ത്യ സമരമാണ് പറയുന്നത്. എന്നാണ് ക്വിറ്റ് ഇന്ത്യ സമരം? 1942 ഓഗസ്റ്റ് 9 അഖിലേന്ത്യാ വ്യാപകമായി ആരംഭിച്ച ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഗാന്ധിയൻ സമരങ്ങളിൽ നിന്ന് വിഭിന്നമായി അക്രമ സ്വഭാവത്തോടുള്ള സമരമായി ഇത് മാറി. കേരളത്തിൽ എവിടെയൊക്കെയാണ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ മേഖലകളിൽ സ്ത്രീകളും വിദ്യാർത്ഥികളും അടങ്ങുന്ന ജനവിഭാഗങ്ങൾ സമരത്തിൽ സജീവമായി പങ്കെടുത്തു. ഇതിന്റെ ഭാഗമായി നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. KB മേനോൻ, നമ്മൾ ചോദിക്കുന്നുണ്ട് KB മേനോൻ ആരുമായി ബന്ധപ്പെട്ടതാണ്, ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കും. കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം ആരെന്ന് ചോദിക്കും, KB മേനോനാണ്. കീഴരിയൂർ ബോംബ് കേസ് ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള കീഴരിയൂരിൽ വെച്ച് ഒരു വിഭാഗം സമരക്കാർ ബോംബ് നിർമ്മിച്ചു. വിവിധയിടങ്ങളിൽ ആളപായമില്ലാതെ ബോംബ് പൊട്ടിച്ച് ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. 1942 നവംബർ 17 ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച സ്ഫോടനങ്ങൾ നടന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ KB മേനോൻ ഉൾപ്പെടെയുള്ളവരെ ബ്രിട്ടീഷ് പോലീസ് പിടികൂടുകയും കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. അപ്പൊ കീഴരിയൂർ ബോംബ് കേസ് എന്നാണ്? 42 നവംബർ 17. എന്തുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ഓക്കെ, അങ്ങനെ നമ്മുടെ മലബാറും കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ടേക്ക് വരുവാണ്? കൊച്ചിയിലേക്ക് വരുവാണ്. രാജവാഴ്ച നിലനിന്നിരുന്ന കൊച്ചിയിൽ ബ്രിട്ടീഷ് പരമാധികാരം സ്ഥാപിക്കപ്പെടുന്നത് മുതൽ അതിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. സദ്ഭരണം സ്ഥാപിക്കുക എന്നായിരുന്നു. എന്തായിരുന്നു കൊച്ചി സമരത്തിന്റെ ലക്ഷ്യം? സദ്ഭരണം സ്ഥാപിക്കുക. പിന്നീട് രാഷ്ട്രീയ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമരങ്ങൾ ആരംഭിച്ചു. അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി സമരം വരുന്നത്. ഓക്കെ, എന്താണ്? തൃശ്ശൂരിലെ വൈദ്യുതി വിതരണ ചുമതല ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ കൊച്ചിയിലെ ദിവാനായ RK ഷൺമുഖൻ ചെട്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് 1936 എന്ത് നടക്കുന്നത്? ഇതിനെതിരെ 1936 ജനകീയ പ്രക്ഷോഭം ഉണ്ടായി. അപ്പൊ 1936 എന്താ? ഇലക്ട്രിസിറ്റി സമരം. അതിനുള്ള റീസൺ ആരായിരുന്നു? ഈ പറയുന്ന ദിവാൻ RK ഷൺമുഖൻ ചെട്ടിയായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ എന്ത് വരുന്നത്? കൊച്ചി രാജ്യപ്രജാമണ്ഡലം വരുവാണ്. നോക്കാം നമുക്ക്. ഉത്തരവാദ ഭരണം നേടുക. എന്താണ് ഉത്തരവാദ ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെ 1941 കൊച്ചിയിൽ എന്ത് വരുന്നുണ്ട്? കൊച്ചി രാജ്യപ്രജാമണ്ഡലം എന്ന പേരിൽ ഒരു സംഘടന രൂപീകൃതമാകുകയാണ്. അപ്പൊ വർഷം ഏതാണ്? 1941. ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, ഇമ്പോർട്ടൻ്റ് ആണ്, BR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവർ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഉത്തരവാദ ഭരണം ലഭിക്കുന്നതിന് വേണ്ടി ദേശവ്യാപകമായി സമരം നടത്താൻ തീരുമാനിക്കുകയും 1946 ജൂലൈ 29 ഉത്തരവാദ ഭരണ ദിനമായി ആചരിക്കുകയുണ്ടായി. അപ്പൊ എന്നാണ് ഉത്തരവാദ ഭരണ ദിനം? 46 ജൂലൈ 29. പിൽക്കാലത്ത് പ്രജാമണ്ഡലം എവിടെ ലയിക്കുന്നു? INC ലയിക്കുകയാണ്. ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി കൊച്ചിയിൽ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേറ്റു. അപ്പൊ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇക്കണ്ട വാര്യർ ആയിരുന്നു. ഇനി നമ്മുടെ തിരുവിതാംകൂറിലേക്ക് വരുവാണ്. നമ്മൾ ആദ്യം പറഞ്ഞ മൊത്തത്തിലല്ലേ, ഇനി തിരുവിതാംകൂറിലേക്ക് വരുവാണ്. തിരുവിതാംകൂർ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ തട്ടി ഉണർത്തിയ ആദ്യകാല പ്രക്ഷോഭങ്ങളിൽ ഒന്നായിരുന്നു മലയാളം മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. മലയാളി മെമ്മോറിയൽ എന്തായിരുന്നു? തിരുവിതാംകൂറിലെ സർക്കാർ ജോലികൾ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാധാന്യം വേണം അല്ലെ. 1891 ജനുവരി 1 ഈ ആവശ്യം ഉന്നയിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മഹാരാജാവിന് ഇത് സമർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? GP പിള്ള. അപ്പോൾ എന്ത് ചെയ്തു? ഈഴവ മെമ്മോറിയൽ വരുവാണ്. അതായത് ഓൾറെഡി തിരുവിതാംകൂറുകാർക്ക് ഇത് വേണമെന്നും പറഞ്ഞ് മലയാളി മെമ്മോറിയൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവരെന്ത് ചെയ്യാണ്? കുറെ ഈഴവര് കൂടി ചേർന്നിട്ട് ഈഴവ സമുദായത്തിന് പ്രാധാന്യം വേണമെന്ന് പറയുകയാണ്. ഓക്കെ, അങ്ങനെയാണ് 1896 സെപ്റ്റംബർ 3 ഈഴവ സമുദായ അംഗങ്ങൾ ഒപ്പിട്ടത് എന്ത് പോകുന്നത്? ഈഴവ മെമ്മോറിയൽ. അതിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ P. പൽപ്പുവാണ്. നിവർത്തനം. എന്താണ് നിവർത്തനം? സിവിൽ നിയമലംഘനത്തിൽ നിന്നും നിസ്സഹകരണത്തിൽ നിന്നും വേർതിരിച്ച് കാണിക്കാതെയാണ് പ്രക്ഷോഭനത്തെ എന്ത് പറയുന്നത്? നിവർത്തനം എന്ന് വിശേഷിപ്പിച്ചത്. നിവർത്തനം എന്ന വാക്ക് നൽകിയത് ആര്? IC ചാക്കോ. എപ്പോഴും ചോദിക്കുന്നതാണ് IC ചാക്കോ. നിവർത്തനം എന്ന വാക്ക് സംഭാവന ചെയ്ത ആരെന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? IC ചാക്കോയാണ്. നെക്സ്റ്റ്, നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിൽ നടന്ന ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു 32 നിവർത്തന പ്രക്ഷോഭം. നമ്മളത് ഇങ്ങനെ പഠിക്കുന്നുണ്ട് കേട്ടോ, ഒരു കോഡ് പോലെ പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഉഗുനി എന്ന് പഠിക്കും. ഉഗുനി എന്താണ്?
30, 31, 32. അതായത് ഉപ്പ് സത്യാഗ്രഹം 30, ഗുരുവായൂർ സത്യാഗ്രഹം 31, നിവർത്തന പ്രക്ഷോഭം 32. ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായ വിഭാഗക്കാർക്ക് രാഷ്ട്രീയ സമിതി രൂപീകരിച്ച് സംയുക്തമായാണ് പ്രക്ഷോഭം നയിച്ചത്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായിട്ടുള്ള സംവരണം വേണമെന്നായിരുന്നു ആവശ്യം. ആരാണ്? സി കേശവൻ ഉണ്ടായിരുന്നു, NV ജോസഫ് ഉണ്ടായിരുന്നു, PK കുഞ്ഞുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ് പേരുകൾ, ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ എപ്പോഴും പറയുന്നു. അതിൽ തന്നിരിക്കുന്ന പേരുകൾ സി കേശവൻ, NV ജോസഫ്, PK കുഞ്ഞ് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടവരാണ്. തിരുവിതാംകൂർ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു. ആരായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്? പട്ടം താണുപിള്ളയായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് പട്ടം താണുപിള്ള. നിവേദനങ്ങളിലൂടെയും പ്രത്യക്ഷ പരിപാടികളിലൂടെയും സമര പരിപാടികളിലൂടെയും ഇവർ പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു. നെക്സ്റ്റ് സ്വദേശാഭിമാനി പത്രമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത് നമ്മൾ പഠിച്ചു അല്ലെ. നോക്കിക്കേ, പത്രത്തിന്റെ പത്രാധിപരായിരുന്നു ആര്? K രാമകൃഷ്ണപിള്ള. അങ്ങനെയാണ് അദ്ദേഹം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നറിയപ്പെടാൻ തുടങ്ങിയത്. സർക്കാരിന്റെ തെറ്റായ നയങ്ങളെയും അഴിമതികളെയും പത്രങ്ങളിലൂടെയും അദ്ദേഹം തുറന്നെഴുതിയിരുന്നു. തിരുവിതാംകൂറിൽ ദിവാനായിരുന്ന P രാജഗോപാലാചാരിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരു ലേഖന പരമ്പര തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, തുടങ്ങുവാണ്. ആരെയാണ്? P രാജഗോപാലാചാരി. ഓക്കെ, ഇതിനെ തുടർന്ന് രാമകൃഷ്ണപിള്ള തിരുവിതാംകൂറിൽ നിന്ന് നാട് കടത്തുകയും സ്വദേശാഭിമാനി പത്രം നിരോധിക്കുകയും ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആരാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. നെക്സ്റ്റ് വരുന്നത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ തൽപരരായ കോൺഗ്രസ് പ്രവർത്തകർ 1934 K കേളപ്പന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് വെച്ച് യോഗം ചേരുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ള ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. P കൃഷ്ണപിള്ള, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ എന്നിവരാണ് ഈ വിഭാഗത്തെ നയിച്ചത്. ഓക്കെ, അപ്പൊ ഏതാണ്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. നെക്സ്റ്റ് പറയുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെയും ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിനും വേണ്ടിയായിരുന്നു എന്ത് നടക്കുന്നത്? പുന്നപ്ര വയലാർ സമരം. പുന്നപ്രയും വയലാറും ഒക്കെ എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. 1946 കർഷകരും തൊഴിലാളികളും ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടത്തിയത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സ്ത്രീകളുടെ കാര്യമാണ് പറയാനുള്ളത്. കൗമുദി ടീച്ചർ. ആരാണ് കൗമുദി ടീച്ചർ എന്ന് പറയുന്നത്? അല്ലെ, ഗാന്ധിജിയുടെ സന്ദർശന സമയത്ത് ഗാന്ധിജി ഇങ്ങനെ എന്താണ് ഘോരഘോരം പ്രസംഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കുഞ്ഞു പെൺകുട്ടി എണീറ്റ് വന്നിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. ആ പെൺകുട്ടിയാണ് ആര്? കൗമുദി ടീച്ചർ. അതായത് ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാഷ്ട്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ മാതൃഭൂമി. ഇവിടെ 100 പേരിൽ 3-4 പേർക്ക് മാത്രമാണ് വയറു നിറയെ ഭക്ഷണം കഴിക്കാനുള്ളത്, വസ്ത്രം ധരിക്കാനുള്ളത്. സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിന് പോലും നമുക്ക് വകയില്ല. ഇത് മനസ്സിലാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പട്ടിണിക്കാരെയും മുഴു പട്ടിണിക്കാരെ സഹായിക്കാൻ അധികമെന്ന് തോന്നുന്നതിൽ ഒരു പങ്കെന്നെ ഏൽപ്പിക്കുക. അത് ഞാൻ വസ്ത്രമായും ഭക്ഷണമായും മാറ്റി എത്തേണ്ട കൈകളിലും വായിലേക്കും എത്തിക്കും. നിങ്ങളുടെ കാരുണ്യം കൊണ്ട് ഒരു വയറെങ്കിലും നിറയുമെന്ന്, ഒരു മേനിയെങ്കിലും നഗ്നത മറക്കുമെങ്കിൽ ഈ സന്ദർഭത്തിൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ ആ ഒരു ഗാന്ധിജി പറയുന്ന ഒരു ഇതാണ്. ഈ സ്ത്രീകൾ തിങ്ങിയിറഞ്ഞ വടകരയിലെ പൊതുയോഗത്തിൽ, എവിടെയാണ്? വടകരയിലാണ്. അങ്ങനെ പറഞ്ഞ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഒരു പെൺകുട്ടി എണീറ്റ് വന്നിട്ട് സ്വർണ്ണവളകളും കമ്മലുകളും ഊരി ഗാന്ധിജിക്ക് കൊടുക്കുന്നത്. അവൾ തലയാട്ടി, നിന്റെ പേരെന്താ കുട്ടി? അവൾ ഉത്തരം പറഞ്ഞു, കൗമുദി. അല്ലെ, അച്ഛനമ്മമാരോട് എന്ത് പറയും? ആഭരണമില്ലാത്ത പെൺകുട്ടിയെ വേണ്ടെന്ന ഭർത്താവായി വരാനിരിക്കുന്ന ശാഠ്യം പിടിച്ചാൽ നീ എന്ത് ചെയ്യും? അങ്ങനെ ശാഠ്യം പിടിക്കുന്ന ഒരു ഭർത്താവിന് എനിക്ക് വേണ്ടെന്ന് ഞാനും ശാഠ്യം പിടിക്കും. അങ്ങനെ കൗമുദി ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? സ്വർണം ഊരി കൊടുക്കുന്നുണ്ട്. അതൊരു നമുക്ക് പഠിക്കാനുള്ളതാണ്. മേൽ പറഞ്ഞ ചരിത്ര സംഭവങ്ങളിൽ നിന്നും അങ്ങനെ ഒരു കൗമുദി ടീച്ചർ മാത്രമായിരുന്നോ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു? അല്ല, ഒത്തിരി മലയാളി സ്ത്രീകൾ ഈ പറയുന്ന ഗാന്ധിജിയായിട്ട് സഹകരിച്ചും അതേപോലെ തന്നെ ഈ പറയുന്ന എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊക്കെ പോരാടിയ കുറേ വനിതകൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറേ പുരുഷന്മാരെ പറ്റി പഠിച്ചു. ഇനി നമുക്ക് വനിതകളെ പറ്റിയും കൂടി നോക്കണ്ടേ? നിസ്സഹകരണം, നിയമലംഘനം തുടങ്ങിയ സമരങ്ങളിലൂടെ ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം കരുത്താർജിച്ച കാലത്ത് കേരളത്തിലും സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഗാന്ധിയുടെ സന്ദേശം ഉൾക്കൊണ്ട് ഉപ്പ് നിയമം, വിദേശ
വസ്ത്രബഹിഷ്കരണം, ഖാദി വസ്ത്രങ്ങൾ നെയ്തെടുത്ത് ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കൊക്കെ സ്ത്രീകൾ എന്ത് ചെയ്യും, ആക്റ്റീവ് ആകാൻ തുടങ്ങി. അങ്ങനെയാണ് ആരൊക്കെയാണ്, മലബാറിൽ AV കുട്ടിമാളു അമ്മയും അമ്മു സ്വാമിനാഥനും തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയാനും ആനി മസ്ക്രീൻ തുടങ്ങിയവരും ഇക്കാലയളവിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. ഇങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട്. അതായത് ദേശീയ പ്രക്ഷോഭ സമയത്ത് മലബാറിൽ നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? AV കുട്ടിമാളു അമ്മ, അമ്മു സ്വാമിനാഥൻ. തിരുവിതാംകൂറിൽ ആരായിരുന്നു? അക്കമ്മ ചെറിയാനും ആനി മസ്ക്രീനും. വേറൊരു വ്യക്തിയെ പറ്റി പറയുന്നുണ്ട്, D കുഞ്ഞിക്കാവമ്മ. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചപ്പോൾ സ്വർണ്ണനൂലിൽ കോർത്തൊരു തുളസിമാല മകനെ കൊണ്ട് ഗാന്ധിയുടെ കഴുത്തിലണിയിച്ചു. ഉപഹാരം സ്വീകരിക്കണമെങ്കിൽ ആയുഷ്കാലം മുഴുവൻ ഖാദി വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യണമെന്ന് ഗാന്ധിജി പറയുകയാണ്. ആ പ്രതിജ്ഞ ജീവിത അവസാനം വരെ പാലിക്കുകയും സമരങ്ങളുടെ ഭാഗമായി നിരവധി തവണ ജയിൽവാസം അനുഭവിക്കുകയും 1938 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു ആര്? കുഞ്ഞിക്കാവമ്മ. ആരാണ്? C കുഞ്ഞിക്കാവമ്മ. പഠിച്ചു വെക്കണം. 38 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു ആര്? C കുഞ്ഞിക്കാവമ്മ. ഹരിജനോദ്ധാരണം, ഖാദി പ്രചാരണം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കറിയാം ഈ പറയുന്ന കേരളം എന്ന് പറയുന്നത് 3 ഇതായിട്ട് തിരിഞ്ഞു കിടക്കുമായിരുന്നു അല്ലെ. അങ്ങനെ സംസ്ഥാനം രൂപീകരിക്കാൻ പോവുകയാണ്. 47 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷന്റെ പ്രമേയമാണ് ഈ പറഞ്ഞിരിക്കുന്നത് മുകളിൽ തന്നിരിക്കുന്നത്. ഭൂമിശാസ്ത്രപരവും ഭാഷാപരവും സാംസ്കാരികവും സാമ്പത്തികവും ഭരണപരമായ പരിഗണനകൾ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭാഗങ്ങളായി കണക്കാക്കുന്ന തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളെയും ബ്രിട്ടീഷ് ഇന്ത്യൻ വിഭാഗങ്ങളിലും മയ്യഴിയും ഒരുമിച്ച് ചേർത്ത് ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെടുന്ന സ്വയം ഭരണാധികാരികമുള്ള ഒരു ഘടകമായി സംഘടിപ്പിക്കണം. കണ്ടോ? അങ്ങനെ നമ്മുടെ കേരളത്തെ രൂപീകരിക്കാൻ പോവുകയാണ്. 1921 ഒറ്റപ്പാലം സമ്മേളനം ചോദിക്കുന്നുണ്ട്. അഖില കേരള പ്രവിശ്യ സമ്മേളനം 21 നടന്ന എവിടെയാണ്? ഒറ്റപ്പാലത്താണ്. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുത്തു. 1928 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു തന്നെയാണ് ചോദിക്കുന്നത്. ആരാണ്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഭാവിയിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ കേരളത്തിലെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് ഐക്യ കേരളം എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റി രൂപീകരിക്കുകയും അങ്ങനെയാണ് 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും സംയോജിപ്പിച്ച് എന്താകുന്നത്? തിരുക്കൊച്ചിയാകുന്നത്. 1949 ജൂലൈ 1. ഓക്കെ. കൊച്ചി, തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്ഥാപിക്കപ്പെടുന്ന കല്ലുകളാണ് എന്താ അറിയപ്പെടുന്നത്? കൊതിക്കല്ല്. കോ എന്നത് കൊച്ചിയെയും തീ എന്നത് എന്താണ്? തിരുവിതാംകൂറിനെയും സൂചിപ്പിക്കുന്നതാണ് കൊതിക്കല്ലുകൾ. സ്വതന്ത്രാനന്തരം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായുള്ള ഫസൽ അലി കമ്മീഷൻ അല്ലെ, സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ച ആരാണ്? ഫസൽ അലി കമ്മീഷനാണ്. കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാറിനെയും തിരുവിതാംകൂറിനെയും സംയോജിപ്പിച്ചുകൊണ്ട് എന്താണ്? മലബാറിനെയും തിരുവിതാംകൂറില്ല, തിരുക്കൊച്ചിയും. അപ്പൊ തിരുക്കൊച്ചി ആയിരുന്ന തിരുവിതാംകൂറും കൊച്ചിയും കൂടി കൂടിച്ചേർന്ന് 1949 എന്താവുന്നുണ്ട്? തിരുക്കൊച്ചിയാകുന്നുണ്ട്. ഇനി ഈ തിരുക്കൊച്ചിയും മലബാറും കൂടി കൂടിച്ചേർന്ന് 56 നവംബർ 1 എന്തായിട്ട് മാറുന്നത്? ഈ പറയുന്ന കേരളമായിട്ട് മാറുന്നത്. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന, ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളമങ്കോട് എന്നീ താലൂക്കുകൾ ആർക്ക് വിട്ടുകൊടുക്കുവാണ്? മദിരാശി സംസ്ഥാനത്തോട് ചേർക്കും. എന്നിട്ട് നമ്മുടെ തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ് താലൂക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തോട് കൂട്ടിച്ചേർക്കും. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ കൊടുത്തത്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത് കൂട്ടത്തിൽ പെടാത്തതായിരുന്നു. അത് പഠിക്കണേ, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മലയാള ഭാഷ സംസാരിക്കുന്നവർക്കായി അങ്ങനെ നമുക്ക് എന്ത് വന്നു? കേരളം എന്നൊരു നാട് വരുവാണ്. 57 ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുകയും ഏപ്രിൽ 5 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ മന്ത്രിസഭ കേരളത്തിൽ അധികാരമേൽക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ്
നമ്മുടെ എന്താണ് പഴശ്ശിരാജാവ് മുതലുള്ള യുദ്ധങ്ങൾ മുതൽ കേരളം എന്നൊരു സംസ്ഥാനം രൂപീകരിക്കുന്നവരെയുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത്രയുമായിരുന്നു. നല്ല ചാപ്റ്ററാണ്. ക്വസ്റ്റ്യൻസ് നല്ല രീതിക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കേരള ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചാപ്റ്ററാണ്. നല്ല രീതിക്ക് നോട്ടുകൾ ഉണ്ടാക്കി തന്നെ പഠിക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്